വെൽക്കം ബാക്ക് ടു ദ ടോക്ക് ഷോ വിത്ത് മുനീർ അൽ വഫ. നമ്മളെല്ലാവരുടെയും ആഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഈസ്റ്റർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പെരുന്നാൾ ഈദ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിഷുവും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ മുഴുവനും ആഘോഷത്തിൻ്റെ ഒരുപാട് തിരമാലകളെല്ലാം അങ്ങനെ ഒതുക്കി തീർത്തു. പക്ഷേ അവസാനിക്കാത്ത ആഘോഷത്തിലൂടെ പോകുന്ന ഒരു സാധനമാണ് ഇപ്പോഴും മലയാള സിനിമാ രംഗത്തുള്ള ആടുജീവിതം. കോടികൾ വാരിക്കൂട്ടി അങ്ങനെ പോകുമ്പോൾ ഒരുപാട് ലക്ഷങ്ങൾ വായിച്ച ഒരു പുസ്തകമാണ് ആടുജീവിതം. അതേപോലെ തന്നെ കോടികൾ 100-200 കോടികളിലേക്ക് എത്തി നിൽക്കുന്ന പൃഥ്വിരാജിൻ്റെ, ബെന്യാമിൻ്റെ, ബ്ലസ്സിയുടെ, AR റഹ്മാൻ്റെ, റസൂൽ പൂക്കുട്ടിയുടെ ആടുജീവിതം. ഈ ആടുജീവിതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ആദ്യം വരുന്ന ഒരു മുഖമുണ്ട്, ഒരു പേരുണ്ട്. അവരുടെ യഥാർത്ഥ നജീബ്, യഥാർത്ഥ ആടുജീവിതത്തിൻ്റെ കാര്യകർത്താവെന്നോ അതിൻ്റെ സത്തയെന്നോ അതിൻ്റെ എന്താണോ പറയാനുള്ളത്, ആ ഒരു മനുഷ്യനാണ് ഇന്ന് പ്രവാസ ഭൂമിയിൽ രണ്ടാമതും വന്നിരിക്കുന്നത്. നജീബ് ക, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. കൂടെ നജീബ് ക ഇവിടെ അവതരിപ്പിച്ചത് ഈ പ്രാവശ്യം ഇനി ഒരിക്കലും മരുഭൂമിയിലേക്ക് പോകാൻ ഇല്ല എന്ന് പറഞ്ഞ ആളെ മരുഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ച് അദ്ദേഹത്തെയും 8 പേരടങ്ങുന്ന കുടുംബത്തെയും ഒക്കെ കൊണ്ടുവന്ന് റോയലായിട്ട് താമസിപ്പിച്ച് അടിപൊളിയാക്കിയിട്ട് തിരിച്ച് അയക്കുന്ന അഫി ബ്രോ, സ്മാർട്ട് ട്രാവൽസിൻ്റെ മാനേജിങ് ഡയറക്ടർ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നത് 100,000 ചോദ്യങ്ങൾ നജീബ് കഴുത്ത് ഇപ്പോൾ ആൾക്കാർ ചോദിച്ചു. ഇതൊക്കെ ഇപ്പോൾ കേൾക്കുന്നവർക്ക് മുഴുവനും കാണാപ്പാടുമാണ്. ആർക്കും ഒരു ചോദ്യം എന്താ ചോദിക്കേണ്ടതെന്ന് അറിയുന്നില്ല. അങ്ങനെയുള്ളൊരവസരത്തിൽ ഞാനായിട്ട് എന്താ ചോദിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. നജീബ്ക്ക് ആദ്യമായിട്ട് പ്രവാസികളോട് എന്താണ് പറയാനുള്ളത്? ദുബായിൽ വന്നിട്ടുള്ള അനുഭവം എന്താണ്? ദുബായ് വന്നിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കാത്തൊരു സംഭവമാണ് ഇപ്പോൾ എനിക്ക് ഈ ദുബായ് വരാൻ കഴിഞ്ഞത്. അത് ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, ഞാനും എൻ്റെ ഫാമിലി ഉൾപ്പെടെ ഞങ്ങൾ 8 പേരാണ് ഈ ദുബായിൽ വന്നിറങ്ങിയത്. അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരനായ നമ്മുടെ സ്മാർട്ട് ട്രാവൽസിൻ്റെ MD കൂടിയായ അഫി അഹമ്മദ് കാടെ ഒരു വലിയ ഒരു ഇത് പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് മനസ്സുള്ള ഒരു മനുഷ്യൻ്റെ ഇതുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിപ്പോൾ ഞങ്ങൾ അന്ന് മുതൽ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഒരേ സ്ഥലങ്ങളെല്ലാം കാണിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇന്നും പോയിട്ട് ഞങ്ങൾ വന്ന വഴിയാണ് ഇപ്പോൾ ഇങ്ങോട്ട്. അപ്പോൾ നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര നാട്ടിലേക്ക് തിരിക്കും. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. ഓക്കെ അഫി ബ്രോ, ഇപ്പം ഇതിനു മുമ്പും ഇങ്ങനെയുള്ള മായാജാലങ്ങൾ കാണിച്ച ഒരാളാണല്ലോ, ഒരു മജീഷ്യൻ അഫി എന്നാണ് നമ്മളിപ്പോൾ വിളിക്കുക. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദ്യം അപ്രസക്താണെന്ന് അറിയാം. പക്ഷെ എന്നാലും എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം? അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എല്ലാവരും അറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് ഒന്നറിയാൻ അദ്ദേഹത്തെ UAE കൊണ്ടുവരാം. കാരണം 18 ലക്ഷത്തോളം മലയാളികൾ UAE അപ്പം അവർക്കും കൂടി നജീബ് ഖാനെ കാണാൻ ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ്. അപ്പോൾ ഞാൻ നജീബ് ഖാൻ ആദ്യം വിളിച്ചപ്പം നജീബ് ഖാൻ പറഞ്ഞു വരുന്നില്ല, കാരണം പാസ്പോർട്ടിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മകൻ്റെ നമ്പർ മേടിച്ചു. മകനെ വിളിച്ചപ്പോൾ പറഞ്ഞു അത് വരും ഉപ്പ, ഒരിതാണ്. അപ്പോൾ എന്തായാലും ഉമ്മാക്കൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ നാട്ടിൽ നിന്ന് 2 സ്റ്റാഫിനെ അയച്ച് അവരോട് സംസാരിച്ചപ്പം അവരെല്ലാം കൺവീൻസ്ഡ് ആണ്. കാരണം നജീബ് ഖാൻ ഒരു ചെറിയൊരു ഡൗട്ട് മാത്രമേ വരണോ വേണ്ടയോ എന്നല്ലേ. അപ്പോൾ ഇവിടെ വന്ന എല്ലാ സുരക്ഷിതത്വവും ഉറപ്പ് നൽകി അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടാത്ത കുറേ കാര്യങ്ങളും പോലെയാണ് ഇത്രയും മലയാളികളെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, മലയാളികൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം സമ്മതിച്ചു, ഇവിടെ വന്നു. അതിനുശേഷം നിങ്ങൾ കണ്ട ചരിത്രമാണ്. കാരണം അദ്ദേഹം മരുഭൂമി കണ്ടു. കാരണം ഫാമിലിക്ക് അവിടുത്തെ ഈ മധുരനെ കുറിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. പിന്നെ ബുർജ് ഖലീഫയുടെ മുകളിൽ പോവുക, പിന്നെ ദുബായ് മാള്, അതുപോലെ ഫ്രൈം ദുബായ് പാലസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ദുബായിയുടെ ഇവിടെ താമസിക്കുന്നവർക്ക് കാണുന്നില്ലെങ്കിൽ കൂടുതൽ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. അവർ വന്നു, ഫാമിലി മൊത്തം ഹാപ്പിയാണ്. അല്ല, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി ഇദ്ദേഹത്തിന്റെ വൈഫിന്. കാരണം സെക്കൻഡ് ഹണിമൂൺ കിട്ടിയ മാതിരിയാണ്. കാരണം നല്ല ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസ് ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് രസകരമായ കുറച്ച്. സത്യം ഞാൻ പോകാൻ മടിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങളാരും ഇതുവരെ പോയിട്ടില്ലല്ലോ, അപ്പോൾ ഒന്ന് പോവാന്ന് അവരാണ് കൂടുതലായിട്ട് ധൈര്യം തന്നത്. കാരണം അപ്പോൾ നമ്മളിത് അവരെ കൂടെ കൊണ്ടുവന്നിട്ട് കാണിക്കാമല്ലോ എന്നൊക്കെ വെച്ചപ്പോഴാണ്. അപ്പോൾ അതെല്ലാം ഞാനിതുപോലെ എൻ്റെ പിന്നെ മോളും ഇതിലെല്ലാവരും ആഗ്രഹിച്ച്. അപ്പോൾ മോളും കുഞ്ഞിൻ്റെ മോളുടെ പാസ്പോർട്ട് ഉണ്ട്, കുഞ്ഞിൻ്റെതും എൻ്റെ ഭാര്യയുടേതും ഇല്ലായിരുന്നു. അപ്പോൾ അതുപോലെ പെട്ടെന്ന് തന്നെ എല്ലാം എനിക്ക് റെഡിയാക്കി തന്ന്
ഞങ്ങളുടെ അപ്പം തന്നെ അവിടെ നിന്ന് സ്റ്റാഫിനോട് പറഞ്ഞു ഇപ്പം തന്നെ അപ്ലിക്കേഷൻ ഇടുക, പാസ്പോർട്ടിന് എല്ലാ അപ്ലിക്കേഷൻ, വൈഫിന്റെയും കുട്ടിയുടെ പാസ്പോർട്ട് അപ്പം തന്നെ അപ്ലിക്കേഷൻ യജ്ഞം തന്നെ ആയിരുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ ഇച്ചിരി താമസിച്ചപ്പോൾ നമ്മുടെ അവിടുത്തെ പിന്നെ MLA ഒക്കെ സമീപിച്ച് അവർ പെട്ടെന്ന് പാസ്പോർട്ട് ഓഫീസിലും പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം തന്നു. എയർപോർട്ടിലെത്തിയപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ മുമ്പത്തെ ആ ഓർമ്മയിൽ എന്തെങ്കിലും ഒരു ഭയം ഉണ്ടായിരുന്നോ? അതോ പാസ്പോർട്ട് ആരെങ്കിലും വന്ന് വാങ്ങിക്കുമോ എന്നങ്ങനെ ചെയ്തപ്പോൾ? ഇത് എനിക്ക് അങ്ങനെയുള്ള ഭയം ഇപ്പം ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ 5 ദിവസത്തേക്ക് പ്രൊട്ടക്ഷനിൽ കൊണ്ടുവരുവാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പേടിയില്ലായിരുന്നു. പിന്നെ അവിടുത്തെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ പേടി ഇപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ട്. കാരണം ഇപ്പം ഞാൻ രാത്രിയിലൊക്കെ ഞെട്ടി ഉണരും ആ കാര്യം ഓർത്തൊക്കെ. എൻ്റെ ഭാര്യ എന്തെങ്കിലും പറയും ഇത് ഇറങ്ങി എന്താണ് ഇതിങ്ങനെ പേടിച്ച് അല്ലെങ്കിൽ ഓദിക്കൊണ്ട് കിടക്കത്തില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നമ്മുടെ വഴക്കൊക്കെ ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ഈ ദൈവത്തിലുള്ള ഭയം, പേടി, ഭക്തി ഇതൊക്കെ വരുന്നത് ഈ ചില സാഹചര്യത്തിൽ പെട്ടുപോകുമ്പോഴാണ്. അങ്ങനെയാണല്ലോ. അപ്പം എന്തെങ്കിലും ഒരു നിസ്സഹായാവസ്ഥയിൽ എത്തുമ്പോൾ പടച്ചോനെ നമ്മൾ വിളിക്കുക, പെരിയോനെ നമ്മൾ വിളിക്കുക. ഇത് നജീബ് കാക്ക് മുമ്പ്, അതായത് ഗൾഫിലേക്ക് വരുന്നതിന് മുമ്പേ ഇതേപോലെ ഭയങ്കര പടച്ചവനിൽ വിശ്വാസവും ഒക്കെ ഉള്ള ഒരാളായിരുന്നോ? അതോ മരുഭൂമിയിൽ പെട്ടൊന്നുമില്ലാത്തൊരവസ്ഥയിൽ പടച്ചവൻ്റെ ആളായി മാറിയതാണോ? അല്ലല്ല, ഞാൻ നേരത്തെ മുതൽ എനിക്ക് പടച്ചവനോട് പേടിയുള്ളതും എല്ലാം ഉള്ള ആളാണ്. കാരണം ഞാൻ എപ്പോഴും നാട്ടിൽ വെച്ചാണെങ്കിലും അള്ളാഹുവിനെ എല്ലാവരും വിളിച്ചത് നമ്മുടെ വീട്ടിൽ തന്നെ എന്തായാലും എല്ലാം എല്ലാം ഉള്ളതാണ്. അപ്പോഴേ ഞാനിപ്പോൾ മരുഭൂമി ഇങ്ങനെ പെട്ടുപോയപ്പോഴും ഞാനത് വിട്ടില്ല. ഞാനത് മുറുകെ തന്നെ പിടിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ഇവനെ രക്ഷപ്പെടുത്തുന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ട് ഞാനെപ്പോഴും അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. കാരണം പ്രതീക്ഷ കൂടുതലും വരാൻ കാരണം പിന്നെ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ആത്മഹത്യ ചെയ്തെങ്കിലും മരിക്കാമെന്നൊക്കെ ഞാൻ തോന്നിയത്. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്നെ പെട്ടെന്ന് പിന്തിരിച്ചുകൊണ്ട് മാറ്റുകയാണ്. അപ്പം പിന്നെ ഞാൻ അങ്ങനെ നമുക്കിപ്പം നമ്മുടെ മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോഴേ പിന്നെ ഞാൻ ഇതടുത്ത് എനിക്ക് കുറച്ച് സഹിക്കാൻ വയ്യാതെ വരുമ്പോഴേ വീട്ടിലെ കാര്യമൊന്നും അറിയുന്നില്ലല്ലോ. നമ്മുടെ ഭാര്യ പ്രസവിച്ച കുഞ്ഞുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വയ്യാത്ത ഒരു ഇത് വരുമ്പോൾ ഞാൻ എന്നാൽ പാമ്പകനും കടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞ് താഴെ ഇറക്കിടന്ന് ഒരുപാട് ദിവസങ്ങളുണ്ട്. അപ്പം പാമ്പിനും എനിക്ക് എന്നെ വേണ്ട. അപ്പം ഞാനോടത്ത് എനിക്ക് ഇനി ഒരു ജീവിതമുണ്ട്, ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തത്. കാരണം ഒരുപാട് ആടുകളെയാണ് ഈ പാമ്പ് കൊന്നിട്ട് ചിലപ്പോഴൊക്കെ മരിച്ചു കിടക്കുന്നത് ആടുകൾ. ഒരുപാട് എണ്ണത്തിന് ഞാൻ കൊന്നിട്ടുണ്ട് അവിടെ മരുഭൂമിക്കകത്ത്. എന്തുകൊണ്ട് ഒട്ടകത്തിൻ്റെ മേലെ കയറിയിട്ട് പോയില്ല? ഒട്ടകത്തിന് സാധാരണ ഒട്ടകം ഇങ്ങനെ പോകുമല്ലോ. നേരത്തെ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ബിബിയും നിഷാദ് ഭായും ചോദിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ ധനഞ്ജയനൊക്കെ, എന്തുകൊണ്ട് മൂപ്പര് ഒട്ടകത്തിൻ്റെ മേലെ കയറി, ഒട്ടകം ഇങ്ങനെ പോകുമല്ലോ, അപ്പം അതിൻ്റെ മേലെ കയറി പോയാൽ രക്ഷപ്പെടായിരുന്നല്ലോ എന്നുള്ള ഒരു തമാശ രൂപത്തിൽ ചോദിച്ചാണ്. അതെ, അങ്ങനെ പോകാനൊന്നും എനിക്കൊരു അവസരം അവിടെ നിന്ന് കിട്ടുന്നില്ല. കാരണം എന്താണ്, ഇപ്പോൾ എന്നെ കൊണ്ടുപോയാണ് എപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒപ്പം ഇയാൾ എവിടോട്ടെങ്കിലും പോകണമെങ്കിൽ വേറെ ഒരാളുടെ മറ്റേ ഇയാളുടെ ജ്യേഷ്ഠനാണ് അനിയനാണെന്ന് എനിക്കറിയില്ല, അയാൾ വന്ന് അവിടെ ഇരിക്കും. അപ്പം അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഒരാൾ മാറിക്കണ്ടതേ പോകാനൊക്കെ തോന്നും. അയാൾ വീട്ടിലേക്കൊന്നും പോകാറില്ല. അയാൾ വീട്ടിൽ പോകാറില്ല. ഇയാൾക്ക് എന്തെങ്കിലും ഭക്ഷണം 2-3 ദിവസം ഇരിക്കുമ്പോൾ ഇദ്ദേഹമാണ് കൊണ്ട് കൊടുക്കുന്നത്. അയാൾ എന്നെ പോലെ ഒരു ആണ്. അയാൾക്ക് ഭാര്യയും കുട്ടികളൊന്നുമില്ല. എന്താണ് നജീബ് കയുടെ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്? ഇപ്പം ആ ഒരു ജോലി നേരത്തെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കടല, മണ്ണ് വാരൽ, മറ്റു പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പോഴ് പിന്നെ അങ്ങനെ ഞാൻ പോയി ഗൾഫിൽ പോയി സൗദി അറേബ്യ പിന്നെ അന്ന് എനിക്ക് 5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വിറ്റിട്ടാണ് പോകുന്നത്. പക്ഷേ അതെനിക്കൊരു റിയാൽ പോലും കിട്ടാൻ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. അങ്ങനെ 5 വർഷം നാട്ടിൽ വന്ന് നിന്ന് പിന്നെ ഒരു കുട്ടിയും കൂടെ ഒക്കെ ആയി. പിന്നെ പ്രാരാബ്ദം കൂടി വരുവാണ്. പിന്നെ നമ്മുടെ കുടുംബം എല്ലാം കൂടെ ഒന്നിച്ച് താമസിക്കാനുള്ള ചെറിയൊരു വീടുമൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഭാര്യയുടെ ആങ്ങള ഇതുപോലെ പറഞ്ഞ് അളിയാൻ ഇനി ഇങ്ങനെ നിന്നാലെങ്ങനെ, അളിയനും ഒരു കുടുംബമൊക്കെ വലുതായി വരുമല്ലേ, അപ്പം ഇതുപോലെ ഞാനൊരു ഫ്രീ വിസ എടുത്തു തരാം, ബഹ്റൈനിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അതിൽ എൻ്റെ ഭാര്യ പറഞ്ഞ് ഇനി ഗൾഫ് ജീവിതം വേണ്ട, കാരണം നമുക്കുള്ളത് കൊണ്ടിടക്കാൻ ജീവിക്കാമെന്ന് പറയും. അപ്പം ഞാൻ നേരം പറഞ്ഞു ഇതുപോലെ നമ്മളിത് ഉള്ളതുകൊണ്ട് ജീവിക്കാം, പക്ഷേ നമുക്ക് ഒരു ഇത് വേണ്ടേ, 5 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടൊക്കെ വെച്ച് നമുക്ക് താമസിക്കണ്ടേ. അങ്ങനെയാണ് ഞാൻ രണ്ടാമത് ബഹ്റൈനിലേക്ക് പോകുന്നത്. ബഹ്റൈനിലേക്ക് പോയി അളിയൻ എയർപോർട്ടിൽ വന്ന് കാത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ ഒന്ന് ചേർത്ത് പറയാൻ ഈ സമയത്ത് സറ്റോന്നറിയില്ല. ഇന്ന് വൈകിട്ട് ഞാൻ എന്തുകൊണ്ട് ക്യാമ്പ് ട്രേഡിങ്ങിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് 2 പേര് വന്നു, ഒരു മലയാളി ഒരു തമിഴനും. അപ്പോൾ അദ്ദേഹം ഇതുമാതിരി വിസയിൽ ആരോ പാസ്പോർട്ട് കൈമാറിക്കൊണ്ട് പോയി. അപ്പോൾ അതോട് ചേർത്ത് പറയുകയാണ്, വിദേശത്ത് വരുന്ന പ്രവാസികൾ വിസിറ്റ് വിസയിൽ വരുമ്പോൾ പലപ്പോഴും കേൾക്കുന്നതാണ് പാസ്പോർട്ട് കൈമാറിയത് കൊണ്ടാണെന്ന്.
അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാരണവശാലും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് അവരുടെ എംപ്ലോയ്മെന്റ് വിസ അടിച്ചാൽ മാത്രമേ പാസ്പോർട്ട് കൈമാറരുത് എന്നുള്ളത് അതൊരു അനുഭവത്തിൽ നജീബ് തന്നെ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. കാരണം പാസ്പോർട്ട് കൈമാറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആരെങ്കിലും എയർപോർട്ടിൽ നിന്ന് വന്നൊരു പാസ്പോർട്ട് കൈമാറും. നിങ്ങൾ ഒരു ഓഫീസിലൊക്കെ കൈമാറപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു രേഖ ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്നെടുത്ത കൊടുത്തെന്ന് പറയാം, നാളെ ഏതെങ്കിലും ചോദിച്ചപ്പോൾ അതൊന്നുകൂടെ ഓർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. എനിക്കും അങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ട്. ഹലോ ഹലോ യാ പറയൂ, ആരാണ്? ഹലോ, എന്റെ പേര് ആദിലാണ്. ഞാനിപ്പോ ഇന്ത്യയിലെ ലൈവ് കണ്ടിട്ട് വിളിക്കുന്നതാണ്. ആ അപ്പം നജീബ് ഖാൻ, ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ദുബായ്. അസ്സലാമു അലൈക്കും സലാം. അപ്പോൾ നമ്മളിപ്പം ഫിലിം കണ്ടതിനെയും കാട്ടിയും എന്തായാലും ഒരു 10 ഇരട്ടി വിഷമവും അതേപോലെ തന്നെ ഹാർഡ്ഷിപ്സും ഇപ്പൊ നിങ്ങൾ എന്തായാലും അനുഭവിച്ചിട്ടുണ്ടാവും, നമുക്ക് അതിൽ ഊഹിച്ചെടുക്കാൻ പറ്റുന്നല്ലോ. അപ്പം എനിക്ക് ബേസിക്കായിട്ട് ഒരൊറ്റ ചോദ്യം, ഇപ്പം ഇത്രയും ഹാർഡ്ഷിപ്സും അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുള്ളൂ, ഇപ്പം ഈ ഒരു ലോകത്തിനകത്ത് ഈ ഒരു ജനറേഷന്റെ ചെറിയൊരു കാര്യം നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും എല്ലാം നിർത്തിപ്പോവുക അല്ലെങ്കിൽ പെട്ടെന്ന് ജീവിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പൊ അധികം ആൾക്കാർക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാ ഒരു സ്ട്രെങ്ത്തും അതേപോലത്തെ ഒരു ആത്മവിശ്വാസം ലൈഫിൽ ഇപ്പം കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നമ്മൾ സിനിമ കണ്ട പോലെ കണ്ണുകൾ തന്നെ സ്പെഷ്യൽ ഐറ്റംസ് കാര്യങ്ങൾ തട്ടിയിട്ടുണ്ട്, എന്നാലും ഇതൊന്നും നമുക്ക് എനിക്ക് ലൈഫിന് മുമ്പോട്ടുണ്ടാവുന്നതിന്റെ ഒരു ഹോപ്പും കാര്യങ്ങളും എങ്ങനെയാ ഒരു സ്ട്രെങ്ത് കിട്ടിയത്? അതായത് ഇപ്പം ഇത്രയും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും ആൾക്കാർ ഭയങ്കരമായിട്ട് തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പോലും എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റി? എന്തായിരുന്നു ആ പിടിച്ചു നിൽക്കാനുണ്ടായ ഒരു ശക്തി എന്തായിരുന്നു? അതല്ല ഞാൻ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഒരുപാട് കഷ്ടപ്പെട്ട് മരണത്തോട് മല്ലടിച്ചെങ്കിലും ഒരു ജീവിതം എനിക്ക് വരുമെന്ന് ഉള്ള എൻ്റെ അള്ളാഹുവിൻ്റെ വിളിയുടെ വലിപ്പം കൊണ്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അവിടെ നിന്നത്. കാരണം ഞാൻ മരണത്തോട് മല്ലിട്ടപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നു നീ അതിന് ഒരുങ്ങണ്ട എന്നുള്ള ആ ഒരു ഇത് വരുന്നു. അങ്ങനെ തന്നെ പിന്നെ അതെല്ലാം സഹിച്ചിട്ട് ഞാൻ പിന്നെ പാമ്പ് എങ്കിലും കടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെ എന്നിട്ട് അതിൽ നിന്നും എന്നെ മാറ്റുന്നു. അപ്പോഴങ്ങനെയൊക്കെ എനിക്കൊരു ധൈര്യം തരുന്നത് എന്നെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവങ്ങളാണ്. ഓക്കെ, അതിൽ അതെ, യു അണ്ടർസ്റ്റാൻഡ്? ദൈവത്തിൽ എല്ലാം അർപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് നജീബ് ഖാൻ. ഇത് ലോകത്തോട് മുഴുവനും വിളിച്ചു പറയാൻ തോന്നുന്നുണ്ട്. കാരണം പ്രവാസ ലോകത്ത് പ്രത്യേകിച്ച് ഒരു ജോലി കിട്ടിയില്ലെങ്കിലോ ജോലി പോയെങ്കിലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായെങ്കിലോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലോ ഉടനെ അതൊക്കെ ഇതെല്ലാം കഴിഞ്ഞു, എൻ്റെ ലൈഫും എല്ലാം തീർന്നു എന്ന് പറയുന്ന പല ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും. അപ്പോൾ അവർക്കെല്ലാം ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയും എല്ലാം പരമേൽപ്പിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുക. അവസാനം വരെ ഓരോ ഘട്ടത്തിലും നജീബ് ഖാൻ ശ്രമിക്കുന്നുണ്ട്, കത്തെഴുതാൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ ഓടിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം പാൻറ്റും കുപ്പായൊക്കെ ഇട്ടിട്ട് പോകാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ആ കഥയിലും സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടാണ് അവസാനത്തെ ഒരു ശ്രമത്തിലാണ് അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ താൻ പാതി ദൈവം പാതി, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിൽ ദൈവത്തിന്റെ വിശ്വാസം, കറകളഞ്ഞ ദൈവവിശ്വാസം കൂടി ഉണ്ടെങ്കിൽ അങ്ങോട്ടത് സംഭവിക്കുന്നുള്ളതാണ് നജീബ് ഖാൻ അല്ലേ? ഓക്കെ, താങ്ക് യു ആദിൽ. അദ്ദേഹം അതോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് അന്ന് നടത്തിയ പ്രാർത്ഥനകളൊക്കെ ഇപ്പം ഫലമായി ദൈവം എനിക്ക് തിരിച്ചു തരികയാണ്. അന്ന് എത്ര പ്രാർത്ഥിച്ചോ അതിന്റെ ഫലങ്ങളാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന. ഞാനിപ്പോ ഇന്നിവിടെ ഒന്ന് ഇറങ്ങാൻ കാരണം ഇതെല്ലാ പ്രാർത്ഥനയുടെ ഒരു വലുപ്പമാണ്. തീർച്ചയായിട്ടും. എങ്ങനെയുള്ള ആളാണ് നജീബ് ഖാൻ? തമാശക്കാരനാണോ, അല്ലെങ്കിൽ ഈ നിസ്സംഗമായ ഭാവം? ഇപ്പൊ കണ്ണൊക്കെ ചില നേരത്തൊക്കെ ഇങ്ങനെ എന്താണ് നിസ്സംഗമായൊരു ഭാവമുണ്ട്. അപ്പോൾ ആ പേടിയിൽ നിന്ന് വന്നതാണോ അതോ പൊതുവെ ഇങ്ങനെയായിരുന്നോ, ഒരു മിതഭാഷിയായിരുന്നോ, അല്ല എങ്ങനെയുള്ള ആളാണ്? അല്ല, ഞാനിങ്ങനെ കണ്ണൊന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നു. കണ്ണിച്ചിരി വലിപ്പമായിരുന്നു, പക്ഷേ എന്നാലും അന്നാ ആ മരുഭൂമിയില്ല കാറ്റടിയും പൊടിയും കൊണ്ടാണ് എൻ്റെ കണ്ണിങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഞാൻ നാട്ടിലാണെങ്കിലും ആൾക്കാരെല്ലാം എൻ്റെ മുഖത്തോടെ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, ഈ കണ്ണിലോട്ടാണ് നോക്കുന്നത്. അപ്പോൾ എന്താ കണ്ണിങ്ങനെ ഇരിക്കുന്നത് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ കണ്ണ് അങ്ങനെ തന്നെ ഇരിക്കുവാണ്. എനിക്ക് ഞാൻ കള്ളൊന്നും കുടിച്ചിട്ട് ഇങ്ങനെ ആയതല്ല. അവർ അങ്ങനെയും ചോദിച്ച ആൾക്കാർ കള്ള് കുടിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കള്ള് ഇതുവരെ കുടിച്ചിട്ടില്ല. പിന്നെ എൻ്റെ കണ്ണിങ്ങനെ ഓക്കെ. പാട്ടൊക്കെ പാടുമായിരുന്നോ? എന്തൊക്കെയാണ് ഹോബീസ്? ഞാൻ സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങളല്ല ഇപ്പൊ ഉദ്ദേശിച്ചത്. നമ്മൾ കുറച്ചുകൂടി സരസമായിട്ട് ബാക്കി എല്ലാ ആൾക്കാരും ഒരു ചോദ്യം ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അന്ന് അവിടെ മരുഭൂമിയിൽ വെച്ച് ആത്മഹത്യ ശ്രമിച്ചു, മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പം നിങ്ങൾക്ക് അതിനുശേഷം അതിന് മുമ്പുണ്ടായിരുന്ന ജീവിതം, അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ കുറേ അനുഗ്രഹങ്ങളും കാര്യങ്ങളും, അതിൽ ഏറ്റവും നല്ല നിങ്ങൾക്ക് എപ്പോഴും ഓർത്തിരിക്കാനും അതൊന്ന് സംഭവിക്കായിരുന്നു എന്തുകൊണ്ടും നല്ലതായിരുന്നു ഏറ്റവും നല്ല സന്തോഷകരമായ മുഹൂർത്തം എന്തായിരുന്നു? ഇന്നിപ്പോൾ ദുബായ് വരാനുള്ള ഒരു മുഹൂർത്തമായിരുന്നു. ഇത് പറഞ്ഞു പറയിപ്പിച്ച പോലെ അല്ലല്ല, പറഞ്ഞു പറയിപ്പിച്ചല്ല, അത് കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കാത്തത് എൻ്റെ വീട്ടുകാരും ആരും ഉദ്ദേശിക്കാത്ത സംഭവമാണ്. ഒരിക്കലും വരണമെന്ന് വിചാരിച്ചിരുന്നു. അല്ലല്ല
പാസ്പോർട്ട് ഒളിപ്പിച്ച കഥ ഇന്നലെ വൈഫ് പറഞ്ഞല്ലോ. പാസ്പോർട്ട് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു എന്റെ പാസ്പോർട്ട് ഇല്ലെന്ന് പറഞ്ഞു. അത് ഞാൻ അന്നേരം അത് കളഞ്ഞെന്ന് പറഞ്ഞു. അത് സത്യമാണ് പറഞ്ഞത്. കാരണം എനിക്ക് ആ ഒരു വരണമെന്നൊരു മനസ്സില്ലായിരുന്നു. വീട്ടുകാരുടെ അന്ന് നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഈ കഥ ഇറങ്ങിയതിന് ശേഷമാണല്ലോ, നോവൽ ഇറങ്ങിയതിന് ശേഷമാണല്ലോ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് അറിയുന്നത്. അതെ അതെ. അതിനു മുമ്പ് എത്ര വർഷമായി ഞാൻ നോവൽ എഴുതുന്നതിൻ്റെയും ഈ ജീവിതം കഴിഞ്ഞതിൻ്റെയും? അല്ല, ഒരു നോവൽ എഴുതി ഞാൻ അന്നേരം നമ്മളെ ഈ നമ്മള് സൗദിയിൽ നിന്ന് തിരിച്ചു വന്നല്ലോ, വന്നതിന് ശേഷവും ഈ നോവൽ റിലീസ് ആകുന്നതിൻ്റെ ഇടയിൽ എത്ര വർഷങ്ങളുണ്ടായിരുന്നു? ബഹ്റൈനിൽ വരുന്നതിന് മുമ്പേ 5 വർഷം ഉണ്ട്. 5 വർഷം. ആ 5 വർഷം നാട്ടിൽ ഇതേപോലെ ആർക്കെങ്കിലും അറിയായിരുന്നോ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നോ, എന്തായിരുന്നു പ്രോബ്ലം എന്നോ, പത്രങ്ങളിലോ റേഡിയോ? ഈ നോവല് വായിച്ചു കഴിഞ്ഞപ്പോഴാണ്. അതിന് മുമ്പ് ആർക്കും അറിയില്ല. അല്ല, നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊന്നും ഇതിനെപ്പറ്റി അറിയത്തില്ല. കാരണം 30 കൊല്ലമായ സംഭവമാണിത്. അപ്പോൾ അന്നത്തെ നമ്മുടെ ഇച്ചിരി പ്രായമുള്ളവർക്കല്ല ഇതിനെപ്പറ്റി അറിയാം. അല്ല, അന്ന് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ അനുഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയിട്ട് പത്രക്കാരൊക്കെ വരുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതുണ്ടായിരുന്നോ? അല്ല, ആരും അറിയിച്ചില്ല. ഇതെല്ലാം നമ്മൾ അങ്ങ് അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ വെച്ച്. ഇവൺ ഈ സംഭവങ്ങളൊന്നും വീട്ടുകാരെയും അറിയിച്ചിരുന്നില്ല. അങ്ങനെയല്ല, ഇത്രയും ഭയാനകമായ സംഭവം. ഞാൻ 3 മാസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 3 മാസമായപ്പോൾ ഒരു പാകിസ്ഥാനി വന്ന് കൊച്ചായിട്ട് വന്നപ്പോഴേ ഒരു കത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റിയ ആ ഒരു കത്താണല്ലോ വീട്ടിലായിരുന്നു. ഞാൻ ഇതുപോലെ അവിടെ ഉണ്ട്. ആ കത്തിനകത്ത് ഞാനുള്ള ഭീകരമായ രൂപങ്ങളൊന്നും എഴുതിയില്ല. എനിക്ക് എന്നെ മർദ്ദനമുണ്ട്, മറ്റൊന്ന് മർദ്ദനം. അത് കാരണം ഇതുപോലെ ഞാൻ പെട്ടുകിടക്കുവാണ്, കുറച്ച് ആട് പേയ്ക്കലൊക്കെയാണ്. നമ്മളത് നാട്ടിൽ വെച്ചൊക്കെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എന്തെങ്കിലും രക്ഷപ്പെട്ട് വരും. അതുകൊണ്ട് ആരും പ്രയാസപ്പെടുന്നതൊക്കെ മാത്രമുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതിയത്. ഞാനല്ലാതെ മറ്റെനിക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അത് എഴുതിയില്ല. ഒരു സമാധാനം കൊടുത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് വരരുതെന്ന്. ഒന്നാമത് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഞാൻ എന്നെ കാണാതെ ഇത്രയും മാസം ആയപ്പോഴും ബുദ്ധിമുട്ടായി. ഇന്ന് ഹോസ്പിറ്റലിൽ പോക്കും വേറൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ചെറിയ സമാധാനം കിട്ടി. പിന്നെ പ്രസവിച്ച രാംകുഞ്ഞായപ്പോൾ അതിനൊരു ചെറിയ സന്തോഷമായി. കുട്ടിയുണ്ടല്ലോ, ഒരു കുട്ടിയെങ്കിലും ഉണ്ടല്ലോ, അതിനെങ്കിലും നോക്കാമെന്നൊരു സന്തോഷമായി. അങ്ങനെ എന്തെങ്കിലും ഒരു അവസരത്തിൽ വരുമെന്ന് അവർ ദുആ എപ്പോഴും നമസ്കാരപ്പാലിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കലും മറ്റേത് മറ്റേതല്ല, ഞാൻ എൻ്റെ വീട്ടുകാരും എല്ലാവരും. അപ്പോൾ ഈ തിരിച്ച് വന്നപ്പോൾ നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രതികരണം? നാട്ടുകാരെല്ലാവരും ഓടിയെത്തി. തിരിച്ച് ഞാനിവിടെ അന്ന് വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ എൻ്റെ വാപ്പ ഉണ്ടായിരുന്നു. വാപ്പ പറഞ്ഞു, മോനെ അന്നേരം കൊച്ചു ചെറുക്കൻ അന്നേരം കാണും. അന്നേരം അദ്ദേഹം നിൻ്റെ വാപ്പ എന്ന് പറഞ്ഞ് മോനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം അവനെ പിന്നെ ഇതെൻ്റെ വാപ്പ എന്നല്ല, ഇതൊരു മുട്ടയടിച്ച ഒരാളാന്ന് പറഞ്ഞ് തിരിഞ്ഞങ്ങ് പോയി. അയ്യോ. അന്നേരമൊക്കെ നമുക്കുള്ള മനസ്സിനകത്ത് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. മുട്ടയടിച്ചിട്ടായിരുന്നല്ലോ കയറുമ്പോൾ അന്നേരം മുട്ടയും കടിക്കുമല്ലോ, മുട്ടയടിച്ച്. അപ്പം അതുമല്ല എനിക്ക് പ്രയാസം ഏറ്റവും കൂടിയത്. കാരണം ഞാൻ ഇത്രയും കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ആദ്യമായിട്ടുണ്ടായ ഒരു കുഞ്ഞിന് ഒരു മുട്ടായി പോലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു മാനസിക അവസ്ഥ അന്നേരം ഒന്നും പിടിച്ചു നയിക്കാൻ പറ്റില്ല. ഇന്നേരം എല്ലാവരുടെ കെട്ടിപ്പിടിച്ച് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു അന്നേരം ഇവിടെ. അത് നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടും എന്നോടടക്കം പറയാനുള്ളത്, നജീബിക്കയുടെ മുഖം ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി, എല്ലാ പ്രശ്നങ്ങളും തീരും. അതെ അതെ, എൻ്റെ ഒരു മുഖം നിങ്ങൾ എല്ലാവരും ഓർത്താൽ മതി. കാരണം നമുക്ക് ഏത് ആപത്ത് ഘട്ടത്തിലും നമ്മൾ എന്തെങ്കിലും നമ്മൾ വിളിക്കുന്ന പ്രാർത്ഥനയിലും നമ്മൾ അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു പുറയെങ്കിലും നടക്കും. എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണിത്. അല്ലാതെ നമ്മളിപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു കുറ്റത്തിന് വേണ്ടി നമ്മൾ എത്രയോ നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഞാനൊക്കെ എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യേണ്ടതാണ് ചെയ്യാൻ ഞാൻ പോയതാണെങ്കിൽ അതായത് ഒരു സാഹചര്യം അത്തരമായതുകൊണ്ടായിരുന്നു. എൻ്റെ അന്നത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ ഈ 2.5 വർഷം അല്ലേ അവിടെ 2 വർഷവും 2 വർഷം 3 മാസത്തിൽ നമ്മുടെ ഏറ്റവും കഠിനമായിട്ടുള്ള പ്രയാസപ്പെടുത്തിയ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവം വളരെ ചുരുക്കിയിട്ടെന്ന് പറഞ്ഞുതരാം. ഏറ്റവും പ്രയാസപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത്, ഈ ആടിനെ കൊണ്ട് പോകുമ്പോഴേ ആട് പ്രസവിക്കും, അതിനെ കൊണ്ട് വരുന്നതാണ് ഏറ്റവും വലിയ ഒരു ഭയാനക ഒരു സംഭവമാണത്. കാരണം ചിലപ്പോൾ 2-3 എണ്ണം കാണും. ഒരെണ്ണത്തിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ അതിന് നമ്മൾ മർദ്ദനം ഏൽക്കേണ്ടി വരും. അപ്പം അതാണ് ഏറ്റവും എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് സംഭവം. എല്ലാ ബുദ്ധിമുട്ടും പ്രസവിക്കും, ചിലതൊക്കെ പ്രസവിക്കും. അപ്പം അതിൻ്റെ മർദ്ദയും അതെല്ലാം മാറ്റിയിട്ട് അതൊക്കെ ആ മേത്തൊക്കെ ഇട്ട് അതൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന്. ഹലോ ഹലോ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ പറയൂ.
ഹലോ, ഗുഡ് ഈവനിങ്. എന്റെ പേര് ജോമിന എന്നാണ്. ഹായ് ജോമിന, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഞാൻ അവിടെ UBL ലേഡീസ് ലോഞ്ച് പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മളെ ലൈവ് കണ്ടതുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. നജിബിക്കനെ കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി. സന്തോഷം. നജിബിക്ക, ഓ എന്തുണ്ട് വിശേഷം? സുഖമാണിപ്പോ. സുഖമായിട്ടിരിക്കുന്നു. അതെ. ഇവിടെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ എന്തായിരുന്നു ആ ഒരു ഫീൽ എന്നൊന്ന് പറയൂ നമ്മളോട്. നമ്മളെല്ലാവരും ഇക്കയുടെ ആ ഒരു മൂവി കണ്ട് ആ ഒരു ലൈഫ് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാം. എങ്കിലും ഇപ്പൊ ഇക്ക ഇവിടെ വന്നിങ്ങനെ ഇറങ്ങിയപ്പോ എന്താണ് ഇക്കയുടെ ആ ഒരു ഫീൽ ഉണ്ടായത്? ഇപ്പൊ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ എനിക്ക് പറയാൻ പറ്റാത്ത സന്തോഷമാണ്. കാരണം ഞാൻ പോലും ഉദ്ദേശിക്കാത്ത സംഭവങ്ങളാണ് ഇവിടെ ഇപ്പം നടന്നതല്ല. കാരണം ഇനി ഒരു പ്രവാസ ലോകത്തേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞിരുന്ന ഞാനാണ്. പക്ഷേ നമ്മുടെ സ്മാർട്ട് സിറ്റി ഇതിന് പഠിച്ചിട്ടില്ല, പേരും മറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റില്ല. പക്ഷെ അതില് ഓക്കെ പറയാം ഒരു കഥ. അപ്പം ഞാൻ വലിയ ഹാപ്പിയിലാണ് ഇപ്പം ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിനും ഇതിലൂടെ വരാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഓക്കെ ഇക്ക, അതുപോലെ തന്നെ എനിക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട്, ചോദിച്ചോട്ടെ? ഓ, കൊറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഇക്ക ഇവിടെ വന്നപ്പോ ഇക്കയുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി പോലെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടോ? ഓർമ്മകൾ? ഓ ഉണ്ട്. ഇപ്പോഴും ഓർമ്മകളൊക്കെ ഉണ്ട് എൻ്റെ. ഞാനിപ്പോഴും മിക്കപ്പോഴും നമ്മൾ ഇപ്പൊ ഉറക്കത്തിലൊക്കെ ഞെട്ടിയാണല്ലോ ഈ അന്നത്തെ ആ ഇത് ഓർത്ത്. അതെന്റെ വൈഫ് പറയും, എന്താ ഇങ്ങനെ എന്തുകൊണ്ടാ പേടിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴും പറച്ചിലാണ്. അത് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കാരണം അന്നത്തെ ആ ഫീലിംഗ് ഇപ്പോഴും എന്നെ മാറിയിട്ടില്ല. അതുപോലെ തന്നെ ഇക്ക, ഞാൻ കഴിഞ്ഞ ദിവസം ഇക്കയുടെ ഒരു യൂട്യൂബിൽ ഞാൻ ഇതുപോലെ കണ്ടിരുന്നു. ഇക്ക ആടുകളുടെ ഒക്കെ അടുത്ത്, ഇവിടെ ആടുകളുടെ ഒക്കെ അടുത്ത് എവിടെയോ പോയിട്ട് ഇങ്ങനെ കാണുന്നു. അപ്പൊ ഞാൻ മനസ്സിലോർത്തു, ദൈവമേ, ആ ഇക്കയുടെ ഇത് കണ്ടപ്പോഴത്തേനും ഇക്കയുടെ കണ്ണിൽ കൂടെ വെള്ളം വന്നിട്ടുണ്ടാവുമല്ലോ, ഇക്കയ്ക്ക് അത്രയും വിഷമായിട്ടുണ്ടാവുമല്ലോ, അന്നത്തത് ഓട്ടോമാറ്റിക്കലി കണ്ടിട്ടുണ്ടാവുന്നത്. അത് എവിടെയാണ് ഇക്ക? ഇവിടെ എവിടെയും ഡെസേർട്ടിന്റെ ഉള്ളിൽ പോയതാണോ? അല്ല, ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലമായിരുന്നു. എനിക്കതറിയില്ല, സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഞാനെന്ന് അവിടെ ആടിനെ മേയ്ക്കാൻ പോയതുപോലുള്ള സ്ഥലമല്ല ഇത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പോയ സ്ഥലത്തെന്ന് പറഞ്ഞാൽ റോഡ് സൈഡാണ്. കാരണം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ്. കാരണം ഞാൻ ഇങ്ങനത്തെ ആട് മേയ്ക്കലൊക്കെ ആണെങ്കിൽ ഞാൻ എത്ര വർഷമല്ല അവിടെ നിന്നേനെ. മറ്റത് 2.5 മണിക്കൂറോളം ഉള്ളിലാണ്. വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയ ആയിരുന്നല്ലോ അത്. ജനങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു ഏരിയ ആയിരുന്നല്ലോ. ഇക്ക, എന്തായാലും ഇക്കനോട് സംസാരിക്കാൻ പറ്റിയാൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. ഫാമിലിനോട് എല്ലാവരോടും ഞങ്ങളുടെ എല്ലാവരുടെയും ഹായ് പറയുക. ഇക്കയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും, ഈ ഒരു മൂവി കണ്ട് ഈ ലോകത്തുള്ള എല്ലാവരും ഇക്കയ്ക്ക് വേണ്ടി അറിയോ അറിയാതെയോ ഒക്കെ പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ. ഇന്നലെ ഞാനതിവിടെ ചേർത്ത് പറയുന്നത്, നിങ്ങളെ ഈ ഒരു കഠിനമായ ഒരു അനുഭവം ഞങ്ങൾ ഇന്നലെ കുറേ നേരം ഒരു കാഷ്വൽ ടോക്ക് വന്നിരുന്നു. അപ്പം നമുക്ക് ഇതുമാതിരി കാര്യങ്ങളൊന്നും അറിയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നി എന്നാൽ സിനിമയിൽ നിന്ന് പറയാത്തൊരു കഥ പറയുമെന്നുണ്ട്. അപ്പം പറഞ്ഞേ, ഞാൻ രാവിലെ ഡിസേർട്ട് പോകുമ്പോൾ വെള്ളം എടുത്ത് ഉച്ചക്കാന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇയാളെ പെപ്സി കുടിക്കുന്നു, ഒരു ഗ്ലാസ് തന്നില്ല. അപ്പൊ എനക്കുണ്ടായിരുന്ന ഒരു വിഷമം അതൊക്കെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. കാരണം ഞാൻ ഇതിനെ കൊണ്ട് പോയിട്ട് വന്ന് ആ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയി തീർന്ന് വരുമ്പോഴ് വായിന്ന് പറയാറുന്ന പോലുള്ള വെള്ളം അങ്ങ് പറ്റി വരേണ്ട പോലുള്ള വരുവാകുന്നു. അത്രയ്ക്ക് ചൂടാണ്. അപ്പം ഞാൻ വരുമ്പോൾ പുള്ളി ഇങ്ങനെ പെപ്സി പൊട്ടിച്ച് കുടിക്കുന്നു. അന്നേരത്തെ ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ കരഞ്ഞു പോയി അവിടെ. ആടുകൾക്ക് പേരിട്ട് വിളിക്കുക, ആടുകളായിട്ട് ചങ്ങാത്തം, ഒരു പരിധി കഴിയുമ്പോൾ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോയല്ലോ ആ ജീവിതം. ആടുമായിട്ടുള്ള ഒരു ഞാനും ആടും, എൻ്റെ ബന്ധുക്കളാട്, എൻ്റെ മക്കളാട് എല്ലാം ആയിപ്പോൾ. കാരണം അവരേ ഉള്ളു, പിന്നെ എനിക്ക് വേറെ ആരുമില്ല. പിന്നെ നമ്മൾ അള്ളാഹുവിനെ വിളിച്ച് മക്കളെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഞാൻ രക്ഷപ്പെടും, അപ്പം നിങ്ങൾ വിഷമിക്കരുത് എന്നൊക്കെയാണ് ഇങ്ങനെ അതിൻ്റെ അടുത്തൊക്കെ പറയുന്നത്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരു സെലിബ്രിറ്റി മോഡലിലേക്കാണ് ഇപ്പം നജീബ് ഖാൻ നിൽക്കുന്നത്. ലോകത്ത് അറിയാത്ത ഒരു മലയാളി ഇപ്പം ഉണ്ടാവില്ല. ശരാശരി സിനിമയോ അത് എന്തെങ്കിലുമായിട്ട് അറിയുന്ന ആള്, ഓൺലൈനിലുള്ള ഏത് രീതിയിലാണെങ്കിലും നജീബ് ഖാൻ അറിയാത്ത ഒരാളിപ്പം ഉണ്ടാവില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് ഇപ്പം ഒരു കുറച്ചൊരു അഹങ്കാരോ കുറച്ചൊരു ഗർവോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ എത്ര വലുതാന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും അഹങ്കരിക്കത്തില്ല. കാരണം ഞാൻ അതുപോലെ അനുഭവിച്ചതാണ്. അപ്പം അഹങ്കരിക്കുന്നത് ഒരു ഇതല്ല. എപ്പോഴും നമ്മുടെ ആ ജീവിതം മുന്നോട്ട് ഇങ്ങനെ സാധാരണ ജീവിതം പോലെ തന്നെ പോകണമെന്ന് മാത്രമേ എൻ്റെ ആഗ്രഹം. അല്ലാതെ
അല്ലെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല നിലയിലേക്കൊക്കെ വരുമ്പോൾ അപ്പം ഈ പഴയ ജീവിതമൊക്കെ മറന്ന് പുതിയൊരു ലെവലിലേക്ക് പോകാൻ, പുതിയ ഭാവി കരുപിടിപ്പിക്കാനുള്ള പ്ലാനുകൾ എന്തെങ്കിലും ഉണ്ടോ? എനിക്കിപ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ ഇത്രയൊക്കെ ആയെങ്കിലും എനിക്ക് താമസിക്കുന്ന 5 സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ്, ചെറിയ വീട്. പക്ഷേ അത് എനിക്കൊരു വലിയ കൊട്ടാരമാണ്. ഞാനിപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നൊരു വഴി ഇല്ല മാത്രമേ ഉള്ളൂ, ഒരു വീടിൻ്റെ ഭാഗം കൂടെ പോകുന്നത്. അപ്പോൾ അതൊന്ന് മാറി എവിടെയെങ്കിലും റോഡ് സൈഡിൽ 5 സെൻറ്റ് സ്ഥലം മേടിച്ചൊരു ചെറിയ വീട് വെച്ച് താമസിക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ എനിക്ക് പറ്റൊന്നുമില്ല. അതെ. അപ്പോൾ ഏതായാലും ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും നമുക്ക് തുടരാം. വെൽക്കം ബാക്ക് ടു ദ ടോക്ക് ഷോ വിത്ത് മുനീർ അൽ വഫ. നജീബ് ക, ഇപ്പം ആൾക്കാർക്ക് അറിയാനുള്ള കുറേ താല്പര്യം, സിനിമ കണ്ടവർ, വായിച്ചവർ, അതുകൂടാതെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് നജീബ് കയുടെ ജീവിതത്തിൽ അവിടെ സംഭവിച്ചത്. ഇപ്പം അതിനെക്കുറിച്ച് 1-2 അനുഭവങ്ങൾ, ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും പറഞ്ഞതുപോലെ അവിടുത്തെ കുളിക്കാൻ ഉണ്ടായ ഒരുക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ഡ്രസ്സിനെ കുറിച്ച്, അവിടെ നമുക്ക് സാധാരണക്കാരന് സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് ഉണ്ടായ പ്രയാസങ്ങളെ കുറിച്ചൊന്ന് പറയാം. സാധാരണക്കാരന് അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, എനിക്ക് കുളിക്കാൻ ഞാൻ അവിടെ പോയി പിന്നെ 1-2 വട്ടം അതും കട്ടാണ് കുളിച്ചത്. ഈ അണിഞ്ഞു കൊടുക്കുന്ന ഉടുപ്പ് വെള്ളം ഉണ്ടല്ലോ, അതേ ഉള്ളു. അപ്പോൾ അത് ഒരുപാട് എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. പിന്നെ പല്ല് തേച്ച് രാവിലെ എണീക്കുന്ന പെട്ടെന്ന് പല്ല് തേക്കും. പിന്നെ ഈ കുളിക്കുന്നതാണ് ഞാനിപ്പോൾ അവിടെ ഇന്ന് 2-3 വട്ടം കുളിച്ചിട്ടുണ്ട്. പിന്നെ മഴ പെയ്ത് 3-4 പ്രാവശ്യം അങ്ങനെ നല്ലപോലെ കുളിച്ച്. അതാണ് അവിടെ കുളിച്ചത്. മഴയൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ? ചിലപ്പോൾ മഴ ഉണ്ടാവും, അങ്ങനെയുള്ള മഴയില്ല, ഉണ്ടാകുമ്പോൾ നല്ല മഴയായിരിക്കും അത്. അപ്പോൾ അന്നേരമാണ് നല്ലപോലെ. പോയതിന് ശേഷം ഷേവ് ചെയ്തിട്ടേ ഇല്ല? ഇല്ല, മുടി മുറിച്ചിട്ടില്ല. അതിന്റെ സജ്ജീകരണമൊന്നുമായിട്ട് നമ്മൾ പോയില്ലല്ലോ. ഇല്ല, ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ ഇല്ല, ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ കപട പോലത്തെ ഡ്രസ്സ് ഇങ്ങനെ മാറിയിട്ടോണ്ടിരിക്കും. അത് പിന്നെ പൊടി പിടിച്ച് ആകപ്പാട് മാറി അതൊരു മുഷിഞ്ഞ ഒരു ഇതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മളുമായിട്ടുള്ള ജീവിതം, അല്ലാതെ നമ്മൾ മനുഷ്യനായിട്ടുള്ള ജീവിതം അല്ലായിരുന്നു. അങ്ങനത്തെ ജീവിതമായിരുന്നു നമുക്ക്. ഇപ്പോൾ നമ്മൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ പൃഥ്വിരാജ് അതുപോലെ ബ്ലസ്സി ഇവരായിട്ടൊക്കെ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളായിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഒന്നിച്ച്? അതല്ല ആ നോവൽ മാത്രം എടുത്ത് അവർ സിനിമ ആക്കിയതാണോ? അല്ല, പിന്നെ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് പിന്നെ ബെന്യാമിൻ സാർ ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ബ്ലസ്സി സാർ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം പോയി. പിന്നെ 2-3 വട്ടം അതുപോലെ ഞങ്ങൾ രണ്ടുകൂടെ അവിടെ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ഈ സിനിമ എടുക്കുന്ന കാര്യമൊക്കെ പറയുന്നത്. അങ്ങനെ പിന്നെ പൃഥ്വിരാജ് സാറുമായിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കാണുന്നത്. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിലൊക്കെ പിന്നെ ഞങ്ങൾ നമ്മളൊരു 10-20 മിനിറ്റ് അത് 2022-ലായിരുന്നു. എന്ത് തോന്നി കണ്ടപ്പോൾ? അന്നേരം വളരെ സന്തോഷം തോന്നി. ഞങ്ങൾ പിന്നെ നല്ല സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത്, കാരണം നല്ല ഇതായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കാര്യം കണ്ടില്ലായിരുന്നു, ആ 20 മിനിറ്റ് സംസാരം കേട്ടില്ലായിരുന്നു. അപ്പോൾ അതേപോലെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇപ്പം ഞാൻ അന്നേരം പൃഥ്വിരാജ് സാറ് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു ഞാനങ്ങനെ ഒന്നും മിണ്ടത്തില്ല, അങ്ങനെ ഇങ്ങനത്തെയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് വലിയ ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. അതെ, ആ ഇന്റർവ്യൂ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് അഭിനയിച്ചേക്കുന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും. പൃഥ്വിരാജിൻ്റെ ആ ശരീരം വളരെ ഒട്ടി വലിഞ്ഞൊരു സിറ്റുവേഷനിലായിരുന്നല്ലോ സിനിമയിൽ കാണിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരുന്നു നജീബ് കാക്ക ഉണ്ടായിരുന്നു. അതെ. കാരണം ഞാൻ ആ പടം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും അതിനകത്ത് ഞാനവിടെ കരഞ്ഞു പോയെന്ന്. അന്ന് കണ്ടപ്പോഴേ തുടങ്ങിയപ്പോഴേ കരച്ചിലായിരുന്നു. എങ്കിലും ഞാൻ ഈ ചാണാൻ നേരത്തിൽ പോയി ഈ ഫാൻ്റെ അന്ന് കൊണ്ടുവന്ന് ആ ഫാൻറ്റ് ഞാനെടുത്ത് അങ്ങോട്ട് ഇടുമ്പോൾ അങ്ങ് ഊരി അങ്ങ് താഴോട്ട് പോവുക. അപ്പോൾ ഞാൻ മുണ്ടെടുക്കുന്ന പോലെ എടുത്ത് ഉരുട്ടിയിട്ടൊരു ചരട് കെട്ടിയിട്ട് ആ രംഗം അതേപോലെ കൃത്യമായിട്ട് കാണിച്ചപ്പോഴാണ് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി അവിടെ ഇരുന്നു. അത് കറക്റ്റായിട്ടാണ് എല്ലാം കാണിച്ചേക്കുന്നത്. പക്ഷെ എനിക്കൊന്നും അനുഭവിച്ചതിൽ അത്രയൊന്നും കാണിച്ചിട്ടില്ല അതില്. അത് 3 മണിക്കൂർ ഇപ്പൊ ആ പടം ഉണ്ടല്ലോ. പിന്നെ ഇനി ഒരു പടമൊക്കെ 3 മണിക്കൂറല്ലേ കാണത്തുള്ളൂ. 2.5 വർഷം അനുഭവിച്ചത്. അതെ അത് ഒരുപാട് ഇനിയും കാണിക്കാനുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ എന്താ പറയുക, ഇപ്പം ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു വന്നപ്പോൾ അതിലുണ്ടായ കുറേ കഥാപാത്രങ്ങളുണ്ട്. നിങ്ങൾ രക്ഷപ്പെടുത്തിയ പിന്നെ പാകിസ്ഥാനി, അതുപോലെ ഇല്ലാത്ത കഥാപാത്രങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ടല്ലോ. ഇപ്പം ഹക്കീം എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അതൊരു സാങ്കല്പികമായിട്ട് മാത്രമുള്ളൊരു കഥാപാത്രമായിരുന്നു. പിന്നെ മറ്റ് കഥാപാത്രങ്ങളെ വേഷങ്ങളും അവരുടെ ഇതൊക്കെ ചെയ്യുമ്പോൾ
നജീബുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണോ അതൊക്കെ ചെയ്തത്? അല്ല അവരുടേതായ ഒരു കാഴ്ചപ്പാട്? അല്ല, അതൊക്കെ അവരുടെ കാഴ്ചപ്പാടിൽ തന്നെ ചെയ്തതാണ്. ഞാൻ ഇങ്ങനെ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. പക്ഷേ ഞാൻ അത് എനിക്ക് അനുഭവിച്ച അതേ രീതിയിലുള്ള ഇതാണ് അതിനകത്ത് കാണിക്കുന്നതൊക്കെ എല്ലാം വന്നതൊക്കെ. പിന്നെ ഇത് ഈ മറ്റേതെന്ന് പറഞ്ഞാൽ കിമിറ്റ് അതിനകത്ത് അവരുടെ ഇതിന് വേണ്ടി കൊടുത്തേക്കുമായിരുന്നു. അല്ലാതെ ഞാൻ അനുഭവിച്ച എൻ്റെ അനുഭവകാലങ്ങളാണ് കൂടുതലും അതിനകത്ത് വന്നിട്ടുള്ളത്. ഞാൻ അനുഭവിച്ചത് എനിക്ക് പറയാനൊക്കെ തോന്നുന്നു. ഈ AR റഹ്മാനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? നേരിട്ടാന്ന് ലോഞ്ചിങ്ങിന് കണ്ടായിരുന്നു. റസൂൽ പൂക്കുട്ടി, AR റഹ്മാൻ എല്ലാവരെയും കണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ട് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? പാട്ട് ഞാൻ റഹ്മാൻ ഞാൻ ഇവിടെ വെച്ചും കണ്ടായിരുന്നു. ലോകകേരള സഭ വരുന്നപ്പോൾ അവിടെ വെച്ചും കണ്ടായിരുന്നു മുമ്പ്. ആൾക്കാരെയൊക്കെ ഈ നോലുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്ത ആൾക്കാരെയൊക്കെ ഒത്തിരി കണ്ട്. മോഹൻലാലിനെ കണ്ട്. മോഹൻലാൽ പറഞ്ഞ് എൻ്റെ കൈക്ക് കഴിയുന്നത് പറഞ്ഞ് എനിക്ക് പേടിക്കേണ്ട, ഒരിക്കലും രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് സമ്മാനിച്ച് അവിടെ വെച്ച്. അല്ല ഇപ്പം സാമ്പത്തികത്തിന്റെ അവിടെ നിൽക്കട്ടെ, മറിച്ച് ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതിൻ്റെ മേലേക്കാണ് ഇപ്പം നജീബൊക്കെ വന്നിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു സന്ദർഭം ഇവിടെ ഇരിക്കാന്ന് പറയുന്നത് തന്നെ ദുബായിലേക്ക് വരുന്നു, വീണ്ടും ഇരിക്കുന്നു. അപ്പം ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മസറയിൽ അതുപോലെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന, ഒരുപാട് മരുഭൂമിയിൽ ഇങ്ങനെ ഇവരോടൊക്കെ ആയിട്ട് നജീബൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് അവരോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ പിടിച്ചും സഹിച്ചും നിൽക്കുക. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവങ്ങളെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാലേ നമുക്ക് ഒരു വിജയം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് ഒരവസരത്തിൽ ഒരു വിജയം ഉണ്ടാകുന്നുള്ള ഒരു മനസ്സ് നമ്മൾ കൊടുക്കുക. അതാണ് നമുക്ക് എപ്പോഴും വിജയം. ഇതിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മിനിറ്റെങ്കിലും നമുക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടോ? ഈ ഇത്രയും 2.5 വർഷക്കാലത്ത് ഏതെങ്കിലും ഒരു മിനിറ്റിൽ ഒന്ന് ആശ്വാസം, ഒരു സന്തോഷം തോന്നി ഏതെങ്കിലും ഒരു നിമിഷം? ഇല്ല, ഒരു നിമിഷമല്ല. കാരണം എനിക്കൊരു സന്തോഷം തരാൻ ആരുമില്ല. ഒരു നിമിഷം പോലെ ഞാൻ സന്തോഷിച്ചിട്ടില്ല. പിന്നെ ഞാൻ സന്തോഷിച്ചതെന്ന് പറഞ്ഞാൽ ഈ 3 മാസം കഴിഞ്ഞ് ഒരു ആട് പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു. ഒരു ഒറ്റക്കുട്ടികളാണ്. അത് നല്ലൊരു കുട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതിനെ വളർത്തി. അതിന് നബീൽ എന്ന പേരിട്ട് എൻ്റെ മോനെ പോലെ ഞാൻ വളർത്തി. അതിനൊക്കെ ഒരു കൊടുക്കുമ്പോൾ എന്നെ ഇതിനെ ഊട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു ചെറിയ സന്തോഷമുണ്ട്. ഒരാൾ വിളിക്കുന്നത്. ഹലോ. ഹലോ. യെസ് ഞാൻ മുരുകേഷാണ്, അവിടുത്തെ ആങ്കറാണ്. പറയൂ മുരുകേഷ് ബ്രോ. എന്തുകൊണ്ട് വിശേഷം? അടിപൊളി, സൂപ്പർ. ഞാന് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് കണ്ടുകൊണ്ടിരുന്നപ്പോഴേ. കാരണം ഈ റിയൽ ലൈഫ് ഹീറോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വളരെ കുറച്ച് ആളുകളെ മാത്രമേ സംസാരിക്കാൻ കഴിയാവൂ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഇപ്പൊ നജീബിക്കയുടെ ഫോൺ കൊടുക്കുന്നതിന് മുമ്പ് എന്നെ സംബന്ധിച്ച് എന്നെ പോലെ ഒരാൾക്ക് ഇവിടെ ജീവിക്കുമ്പോ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ധൈര്യം കൈവിടാതെ ഈശ്വരനെ കുറിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നജീബ്. അപ്പൊ ഞാൻ നജീബിക്കോട് ഇനി സംസാരിക്കാമല്ലോ അല്ലേ? ഓ പ്ലീസ്. കേൾക്കുന്നുണ്ട് നജീബിക്ക. അതായത് ഈ പുസ്തകം ഞാൻ 2013 മൊത്തമാണ് വായിക്കുന്നത്. അപ്പൊ അന്ന് മുതൽ ഈ നജീബ് എന്ന് പറയുന്ന വ്യക്തി മനസ്സിലുണ്ട്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നജീബ് ഖാൻ കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാതെ ഉള്ള ഭക്ഷണത്തില് തേക്കാൻ പറ്റാതെ ഒരു 2-2.5 വർഷം എവിടെയാണെന്ന് അറിയാതെ ഓരോ ദിവസവും തള്ളി നീക്കാൻ നജീബ് കാണിച്ച ധൈര്യത്തിനാണ് എന്റെ ആദരവുള്ളത്. അതെ, ഞാനൊക്കെയാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ പേടിച്ച് മരിച്ചേനെ. അവിടുത്തെ ഒരു ദിവസം നിക്കത്തില്ല, ആരും നിക്കത്തില്ല. ഒരു ദിവസം പോലെ നിക്കത്തില്ല. ഇല്ലില്ല. നജീബ് ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ എത്ര 2-2.5 കൊല്ലത്തോളം അവിടെ നിന്നു അല്ലേ? അതെ, 2 വർഷം 2 വർഷം 3 മാസം 2 വർഷം 3 മാസം നിന്നു. ഇത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷവും പിന്നെയും ഉറക്കത്തിൽ ഞെട്ടി കൊണ്ടിരുന്ന അതുപോലുള്ള ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ കിടന്ന് ഭയങ്കര ഉറക്കത്തിൽ ഭയങ്കര അരവും വിളിയൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഞെട്ടി ഉണരുക, എൻ്റെ ഭാര്യയെ വിളിച്ച് എന്താന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടത്. ഇപ്പോഴും ഉണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ പിന്നെ ജയിലിലെ ഇതുപോലെ ഞാൻ കഥയിലും വായിച്ചതാണ് ഈ സ്പോൺസർ ലാസ്റ്റ് അവിടെ വന്നു എന്നുള്ളത്. പക്ഷെ കഥയിൽ മെൻഷൻ ചെയ്തത് സ്പോൺസർ സംസാരിക്കാതെ പോയി എന്നുള്ളതാണ് അല്ലേ? അതെ 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 അതെ, ആ സംഭവം കറക്റ്റാണ്. കാരണം ഉള്ളി അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി പോകുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇയാൾ എൻ്റെ സ്പോൺസർ അല്ലായിരുന്നു എന്ന്. അതേപോലെ തന്നെ ഇരിക്കുന്നു അദ്ദേഹം. പക്ഷേ അയാളായിരിക്കാം, അറിയില്ല എനിക്കത്. അല്ല, ഇത് കണ്ടപ്പോ എന്ത് വിചാരിച്ചു നജീബ്? തിരിച്ച് വീണ്ടും ആ മസറയിലേക്ക് പോകേണ്ടി വരുമെന്ന് വിചാരിച്ചോ? അതെ അതെ, ഞാൻ വിറച്ചോണ്ടാ നിന്നെ അവിടെ. കാരണം അതുപോലെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് പിടിച്ച്.
അതാണ് ഏറ്റവും വലിയൊരു പ്രയാസം ഉണ്ടായത്. ആഹാ, എനിക്കൊന്ന് നജീമിക്കയുടെ മരുമകളുടെ ആണോ മകളുടെ ആണോ അറിയില്ല, ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായി. അതായത് എന്താണ്, പൃഥ്വിരാജിനെ പോലെ ഒരു സുന്ദരനെയാണോ ഇതിനു വേണ്ടി കാസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതിന് മറുപടി ആയിട്ടാണ് ചേട്ടന്റെ പഴയ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ പഴയ ഫോട്ടോ എല്ലാം ഇവര് വന്ന് മേടിച്ചോണ്ട് പോയിരുന്നു. ബ്ലസ്സി സാറിന്റെ ആൾക്കാർ വന്ന് വാങ്ങിച്ചോണ്ട് പോയിരുന്നു. അതില് ശരിക്കും നല്ല ഭംഗിയുള്ള ഒരാളായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോഴും സുന്ദരനാണ്. ഞാൻ പറഞ്ഞത് പ്രായമായി വരുമ്പോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലാതെ ചെറുപ്പത്തിൽ നല്ല സുന്ദരനായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും പൃഥ്വിരാജിന്റെ ആ ഒരു സീൻ ഉണ്ടല്ലോ, കണ്ണാടി നോക്കിയിട്ട് താടിയൊക്കെ വളർന്നൊരു അവസ്ഥ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം. അപ്പൊ എന്തായാലും ഇത് പറയുമ്പോൾ ബ്ലസ്സി സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ എവിടെയോ എന്ന് പറയുക, പൃഥ്വിരാജിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾ അഭിനയിക്കുമ്പോൾ അത് കണ്ട് തിളക്കം നഷ്ടപ്പെടുത്തണമെന്ന്. പക്ഷെ ഇന്നും റിയൽ നജീബ് ഖാന്റെ കണ്ണിന്റെ തിളക്കം നഷ്ടപ്പെട്ട ആ തിളക്കുന്ന നഷ്ടപ്പെട്ട തിളക്കമാണ് അല്ല, എന്നിട്ട് അവനെ അഭിനയിക്കണം എന്ന് പറഞ്ഞ രീതി ഇന്ന് ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ. നജീബ് ഖാൻ അന്ന് 2.5 വർഷത്തോളം നമ്മൾ മലയാളം സംസാരിച്ചില്ല, വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് അതിനകത്ത് ഒന്നും പറയാതെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നല്ലോ, വാക്കുകൾ വരാത്ത അവസ്ഥയിൽ. അപ്പൊ അങ്ങനെ 2.5 വർഷം കൊണ്ട് നമുക്കൊന്നും മറന്നുപോയില്ല. മറന്നുപോകാൻ നമ്മുടെ ചിന്തയല്ലേ നാട്ടില്ല. അപ്പം നമ്മള് അള്ളാഹുവിൻ്റെ ഞാൻ ദ്വാരപ്പും മറ്റേത് മറിച്ചതും ഒക്കെ ആയിട്ട് ഇങ്ങനെ അത് പോകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള മലയാളം ഒന്നും മറന്നിട്ടില്ല. നമുക്ക് നമ്മുടെ ദൈവമുണ്ട് കൂടെ എന്നുള്ള ആ പ്രാർത്ഥനയിൽ തന്നെ ഞാൻ പോകുമായിരുന്നു. ഹലോ ഹലോ, പറയൂ. മലയാള സിനിമാ നടൻ രവീന്ദ്രൻ സാറാണ്. നജീബ് ഖാൻ കൂടെയുണ്ട്. രവീന്ദ്രൻ സാർ പറയൂ. എന്താണ് വിശേഷങ്ങൾ? വളരെ സന്തോഷം വന്നിട്ട്. ഞാനിപ്പോ കൊച്ചിയിലാണുള്ളത്. ഞാൻ അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കട്ടെ. സിനിമ കണ്ടായിരുന്നോ? ഞാൻ ആക്ച്വലി നാട്ടിലേക്ക് വന്നിട്ടുള്ളൂ, കാണാനായിട്ട്. പക്ഷെ ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് അതിനെ കുറിച്ച് ആലോചിച്ചു. നജീബിന്റെ ഒരു ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് ദുഃഖിച്ചൊരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം. ശരിക്കും നമ്മുടെ സിനിമ കാണുന്നതിനേക്കാളും ഉപരി ഞാൻ ഡെഫിനറ്റ് ആയിട്ട് സിനിമ കാണാൻ നിൽക്കുന്നത്. കാരണം പൃഥ്വിരാജ് അത്ര അസലായിട്ട് അത് ചെയ്തിട്ടുണ്ടെന്നും ബ്ലസ്സി അത് അസലായിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തില് നമ്മൾ അതിന്റെ ഒരു സംഭവം നമ്മളിപ്പോ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ആട് ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സ്കിറ്റിനകത്തേക്ക് നമ്മള് നജീബിന്റെ കഥാപാത്രത്തെ കൊണ്ടുവരുന്നുണ്ട്. അതൊരു ഞാൻ യഥാർത്ഥത്തിൽ അതൊരു നിമിത്തം പോലെയാണ്. ഇത് എന്റെ കൂടെ ഇപ്പൊ ആലപ്പി അഷ്റഫും ഇരിപ്പുണ്ട്. ഞങ്ങള് ആക്ച്വലി ഞങ്ങളുടെ ഗ്രൂപ്പ് വന്നിട്ട് കെ.സി. വേണുഗോപാലിന് വേണ്ടിയിട്ട് നമ്മളൊരു പൊളിറ്റിക്കൽ ഡ്രാമ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തേക്ക് ഈ ആടുജീവിതത്തിലെ കഥാപാത്രം കയറി വരുന്നുണ്ട്. യഥാർത്ഥ ആളാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. അത് ഭയങ്കര സംഭവമായി പോയി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കുമ്പോ ഇപ്പൊ അഷ്റഫ് അതാ പറഞ്ഞത്. അതെന്റെ ഞാൻ അഷ്റഫിനും കൊടുക്കാം. അഷ്റഫിനും സംസാരിക്കട്ടെ വന്നിട്ട്. നജീബിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് സംതോഷിക്കുക. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ അറ്റ്ലീസ്റ്റ് നേരിൽ കാണാൻ പറ്റിയില്ലെങ്കിലും. കാരണം കെ.സി. വേണുഗോപാലും രമേശും വീട്ടിൽ പോയിരുന്നെന്ന് പറഞ്ഞു കേട്ടായിരുന്നു ഞാൻ, അല്ലേ? എല്ലാരും വന്നായിരുന്നു. എല്ലാരും സജി ചെറിയാൻ വന്നു, വേണുഗോപാലും എല്ലാരും വന്നിട്ട്. ശരിക്കും നിങ്ങളുടെ ആ ജീവിതം നമ്മൾ ആ പുസ്തകത്തിലൂടെ കാണുമ്പോൾ ഒരു വലിയൊരു ശരിക്കും നമുക്ക് എങ്ങനെ അത് നിങ്ങൾ അതിജീവിക്കാൻ പറ്റുന്ന ഒരു അത് എത്ര ആത്മധൈര്യം ഉണ്ടായാലും നിങ്ങൾക്കത്. അതെല്ലാം ദൈവത്തിന്റെ ഒരു കഴിവാണ്, എന്റെ കഴിവല്ല. അത് പറ്റില്ല. അത് ഭയങ്കരം തന്നെയാണ്. അത് ഭയങ്കരമായിട്ട് നമുക്കൊരു മനുഷ്യനാൽ സാധ്യമാണെന്ന് തോന്നുന്ന ഒരു വിഷയം തോന്നുന്നത് അപ്പോഴാണ്. വളരെ യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും എങ്ങനെയാണ് അതിന് ചെയ്യാൻ പറ്റാത്തതാണ്. അത് ഭയങ്കര സംഭവം തന്നെ. അതിൽ നിന്നിട്ട് അതിനകത്ത് അത് നമ്മുടെ ആത്മധൈര്യം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വന്നിട്ട് പൊരുതി ജീവിതം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സിനിമയുടെ വിജയവും അത്. അതെ, ദുബായിലേക്ക് വന്നിട്ടുണ്ട്. കൊടുക്കാം ഒരു സെക്കൻഡ്. രണ്ട് വാക്ക് ആലപ്പി അഷ്റഫിനോടുകൂടി സംസാരിക്കാം. ആലപ്പി അഷ്റഫ് അറിയാലോ, വളരെ പ്രശസ്തനാണ് സിനിമാ ലോകത്തുള്ള. അഷ്റഫ് ഖാൻ സുഖമായിരിക്കുന്നോ? വലൈക്കും അസ്സലാം. മുനീറാണ് ദുബായിന്ന്.
അപ്പോൾ ഇന്നത്തെ ലൈവ് ഷോയിൽ നമ്മളോടൊപ്പം ഉള്ളത് നജീബ്ക്കാണ് ആടുജീവിതത്തിലെ. വെരി ഗുഡ്. വായിച്ചിട്ടുണ്ടാവല്ലോ പുസ്തകം? അല്ല, നജീബിന് ഞങ്ങള് കാണാൻ വേണ്ടി പോവാൻ വേണ്ടി ഇരുന്ന അവിടെ അദ്ദേഹത്തിന്റെ അടിപ്പാടുള്ള സ്ഥലത്ത് വീട്ടില്. അപ്പോഴാണ് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളെല്ലാം വീട്ടിലെത്തി. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയൊക്കെ എത്തി അദ്ദേഹത്തെ കണ്ടെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ സ്കിറ്റില് KCക്ക് വേണ്ടി ചെയ്യുന്ന സ്കിറ്റില് ഞങ്ങൾ ഈ ആടുജീവിതത്തിന്റെ ഒരു ക്യാരക്ടർ കേറ്റുന്നുണ്ട്. അതിനകത്ത് ടീമുണ്ട്. ഈ കോൾ ഒരു കോയിൻസിഡൻസ് ആണ്. അതെ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് എപ്പോഴും ഓർക്കും. പിന്നെ ആടുജീവിതം ഞാൻ ഫസ്റ്റ് ഷോ, ഏറ്റവും ആദ്യത്തെ ഷോ കണ്ടു. ആടുജീവിതം എന്ന് പറഞ്ഞ നോവല് ഞാൻ ഹിറ്റ് ആവുന്നതിന് മുമ്പ് ആദ്യം ഇറങ്ങിയ ലക്കത്തിൽ തന്നെ ആദ്യം എല്ലാവരും അറിയുന്നതിന് മുമ്പ് തന്നെ വായിച്ച് പലരോടും റെക്കമെൻഡ് ചെയ്ത് പലർക്കും ബുക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അത്ര ടച്ചിങ് ആയ ഒരു സംഭവമായിരുന്നു നജീബിന്റെ ജീവിതം. അപ്പം നജീബ് എന്തായാലും നജീബിന് ഒരു പടച്ചവനൊരു നല്ലൊരു ഇത് കൊടുത്തു. അതിനുശേഷം ഒരു ഭാഗ്യവും കാര്യങ്ങളും എല്ലാം കൊടുത്തു. ഇന്നത്തെ കേരളത്തിലെ ജനത മുഴുവൻ നജീബിനെ നെഞ്ചിലേറ്റി കഴിഞ്ഞു. അപ്പൊ അത് തീർച്ചയായിട്ടും നജീബിന് ഇനി ഒരു നല്ല ജീവിതമാണ് ഇനി ഉണ്ടാകുന്നത് തുടർന്ന്. നെൽസൺ മണ്ടേലയൊക്കെ പോലുള്ള ആളുകളെ എടുത്ത് അവരൊക്കെ എത്രയോ വർഷങ്ങൾ ജയിലിലും അവരുടെയൊക്കെ കിടന്ന് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര വർഷങ്ങൾ ഇരുത്തറയിലൊക്കെ കിടന്നിട്ടാണ് അവർ വന്ന് ആ രാജ്യത്തിന്റെ മുഴുവൻ ഒരു സ്നേഹം പിടിച്ചു വെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോ അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ചില പുരുഷന്മാരെ വരുമ്പോൾ ചരിത്രം വഴിമാറി കൊടുക്കുന്നതാണല്ലോ പറയുന്നത്. അതെ, ചരിത്രം വഴിമാറും. കറക്റ്റ്. എന്താണ് നജീബ് ഖാൻ എന്താ പറയാനുള്ളത്? അഷ്റഫ് ഖാൻ വിളിച്ചതിനകത്ത് വളരെ സന്തോഷമുണ്ട്. എനിക്ക് പ്രായം കൊണ്ട് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ വിളിച്ചതേ ഉള്ളൂ. പിന്നെ എൻ്റെ അനുഭവം എൻ്റെ എല്ലാം വായിച്ച് നോവൽ കണ്ടതും വായിച്ചതും സിനിമ കണ്ടതും എല്ലാം വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ലോകം മൊത്തം അറിഞ്ഞിരിക്കുകയാണ്. കാരണം ഞാനിപ്പോൾ ഈ സിനിമ ഇറങ്ങിയതിൽ പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് പണിക്ക് പോകാൻ പോലും പറ്റിയിട്ടില്ല. കാരണം യൂട്യൂബുകാരും ചാനലുകാരും കൊണ്ട് എപ്പോഴും നിറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നജീബ് ഖാൻ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞെടുത്ത് തന്നെ പാട്ടൊക്കെ പാടുന്ന ശീലമുണ്ടോ? എന്തൊക്കെയായിരുന്നു ഹോബി? സാധാരണ നജീബിനെ കുറിച്ചാണ് പറയുന്നത്, ആടുജീവിതത്തിന് ശേഷമുള്ള പ്രശസ്തനായ നജീബിനെ കുറിച്ചല്ല. എന്താണ് പച്ചയായ ഒരു മനുഷ്യൻ നിലനിൽക്കുള്ള സാധാരണ രീതിയിലുള്ള ഹോബീസും കാര്യങ്ങളൊക്കെ? നമുക്ക് അങ്ങനെ പറയത്തക്ക ഹോബിയൊന്നുമില്ല. കാരണം ഞാനൊരു സാധാരണ മനുഷ്യനായിരുന്നു. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ ഭാര്യയും കുട്ടികളുമായിട്ടൊക്കെ കളി ചിരിച്ചൊക്കെ ഇങ്ങനെ നടക്കുന്നു. അല്ലാതെ നമുക്ക് മറ്റു ഹോബികളൊന്നുമില്ല. പാട്ട് പാടോ? പാട്ടൊന്നും ഞാൻ പാടത്തില്ല. മാപ്പിളപ്പാട്ട് പാടിയതായിട്ടേ കണ്ടല്ലോ വിനിയാത്. എന്ന് അല്ല, അതെല്ലാവരും അങ്ങനെ ആടിയപ്പോ അത് ആൾക്കാർ പേടിച്ചു പോകുന്നു ഞാൻ പാടിയ. ഇപ്പം സ്പോർട്സ് പലർക്കും ഇഷ്ടമാണ്. നജീബ് ഏത് ടൈപ്പ് ഓഫ് ഗെയിംസ് ആണ് സ്പോർട്സ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ പണ്ടൊക്കെ പിന്നെ കിളി കളിക്കുമായിരുന്നു. അറിയാം കിളി കളിയൊക്കെ? ഇല്ലല്ല, അത് ഒരു പുതിയ അറിവാണ്. കിളി അതൊക്കെ നമ്മുടെ ഒരു പഴയ കളികളൊക്കെ ആയിരുന്നു. എനിക്ക് ക്യാരംസ് കളിക്കും. അങ്ങനെയൊക്കെ നോമ്പൊക്കെ വരുമ്പോൾ എനിക്ക് ക്യാരംസ് കളിക്കും. ഫുട്ബോള്, ക്രിക്കറ്റ് കളി എനിക്ക് ഇഷ്ടമാണ്. ആരാണ് ഇതില് ഇപ്പോ ഞാൻ ആ സിനിമക്കകത്ത് അച്ചാറിൻ്റെ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ, എടുക്കുന്ന അച്ചാർ. പിന്നെ ആ ഒരു സംഭവത്തിൽ അതൊരു താത്വികമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് കുറേ നാളുകളോളം നാവും തുമ്പത്ത് നിന്നിട്ട് ആ രുചി വിശപ്പിനെ മാറ്റുന്ന ഒരു സംഭവമുണ്ട്. ഒരു രുചിയുടെ ഫീല് ഇപ്പം നമ്മൾ പറയാറുണ്ട് ചില കാര്യത്തിൽ നമ്മൾ മനസ്സിൽ ഇപ്പോൾ സ്മോക്കിങ്ങുള്ള ഒരാൾ ഫോർ എക്സാമ്പിൾ സ്മോക്ക് ചെയ്തില്ലെങ്കിലും സ്മോക്കിംഗ് ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു എക്സ്പ്രഷനും ഇതൊക്കെ നമ്മൾ ആവാഹിച്ചെടുക്കുമ്പോൾ ആ ഫീൽ നമുക്ക് കിട്ടും. അതുപോലെ ഈ അച്ചാർ കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം ആ രീതിയിൽ എന്തെങ്കിലും ഈ കുബൂസ്, ഉണങ്ങിയ കുബൂസ് വെള്ളത്തിലൊക്കെ മുക്കി തിന്നുമ്പോൾ ആ ഒരു രുചി നമ്മുടെ മനസ്സിലേക്ക് വന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അത് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അച്ചാർ കുറച്ച് അവലൂസ് പൊടിയൊക്കെ കൊണ്ടുപോയതായിരുന്നു. അവലൂസ് പൊടി അറിയാമല്ലോ. അപ്പോൾ അത് ചില സമയത്തൊക്കെ ചിരിച്ചെടുത്ത് നാട്ടിലെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചിരിച്ചെടുത്ത് തിന്നും. ഈ അച്ചാറാണ് ഒരുപാട് ദിവസം ഇരിക്കത്തില്ല. അത് ഇപ്പോൾ എന്തോന്ന് വന്നിട്ടും അത് ഞാൻ ചിരിച്ച് ഈ കുബൂസിൻ്റെ കൂടെ ഒക്കെ വെച്ച് തിന്നാൻ ഒരുപാട് ദിവസം അങ്ങനെയൊക്കെ തിന്നിട്ടുണ്ട്. പിന്നെ ആട്ടുംപാലിനകത്ത് മുക്കയിലേ കൂടുതലും കഴിക്കുന്നത്. പക്ഷെ അത് കഴിച്ച് മടുത്ത് ആട്ടുംപാൽ കുറച്ചൊക്കെ ഒരുപാട് കുടിക്കും. പിന്നെ ആദ്യമൊക്കെ ഞാൻ ചെന്നപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. കാരണം ഭയങ്കര സ്മെല്ലായതുകൊണ്ട് ഭയങ്കര വെറുപ്പായിരുന്നു. പിന്നെ അപ്പം നമ്മുടെ മനസ്സിലിങ്ങനെ വന്ന് നമ്മളിനി അതും കുടിക്കാതെ നമ്മുടെ ജീവിതം ഇതായിപ്പോവും. അതുകൊണ്ട് നമ്മൾ എന്തും സാധിച്ചു കുടിച്ചാൽ. വിശപ്പിൻ്റെ ഏതറ്റം വരെ പോയിട്ടുണ്ട്? വിശപ്പിൻ്റെ അറ്റം വരെ അങ്ങ് പോയി. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല.
വിശപ്പ് തന്നെ ഉള്ളു. കാരണം ഈ കൊച്ചിരി കുബൂസ് ഇത് വരുമ്പോൾ കിട്ടുന്ന എന്ത് ഇത്, കാരണം വേറെ എന്തെങ്കിലും നമ്മൾ കഴിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഒരു ഫ്രൂട്ട്സ് ഐറ്റംസ് പോലും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഇയാളും അങ്ങനെ തന്നെയായിരുന്നു നിങ്ങളുടെ അർബാബ്? അദ്ദേഹത്തിന് ആ ഒരു ടെൻഡൻസി അതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷെ അവർക്ക് കൊണ്ട് കൊടുക്കുന്നതിനകത്ത് കുറച്ച് നമുക്ക് അറിയുന്നില്ല. അവിടെ എന്ത് കഴിക്കുന്നതെന്ന് നമുക്ക് പോയി ചെക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകേണ്ടി വേണ്ടേ ചെക്ക് ചെയ്യാൻ, അതൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ സംസാരിച്ചെടുത്തുനിന്നാണ് ഇത് വന്നത്. ഇപ്പം ഈ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരോട് നജീബ് നേരത്തെ പറഞ്ഞു ഇതെല്ലാം വളരെ ഇതാണ്. ഇപ്പം ഇതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് നജീബുമാരുടെ ഒരു പ്രതിനിധിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എല്ലാവർക്കും ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. പലരുടെയും ജീവിതം ഒടുങ്ങി, പലരും അങ്ങനെ തീർന്നു, പലരും അങ്ങനെ പോകുന്ന അവസ്ഥയിലുണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ട്. ഇപ്പം നമ്മൾ പറയാൻ ഇപ്പം ഇവിടെ ഒരുപാട് പേര് നമ്മളെ നാട്ടിൽ വന്ന് ഗൾഫിൽ നിന്ന് ഇവിടെ നാട്ടിൽ വന്ന് ഗൾഫിൽ ജീവിക്കുന്നെങ്കിലും ഇപ്പോൾ ഒരു 10-30% ആൾക്കാർക്കൊക്കെ ഫാമിലിയായിട്ട് താമസിക്കാനുള്ള ജോലിയൊക്കെ നല്ല സുഖമായിരിക്കും. പക്ഷേ ബാക്കിയുള്ള 70% നമ്മളെപ്പോലുള്ള ഈ കപ്പേരിയാലാണെങ്കിലും ഇവിടെ ആണെങ്കിലും 24 പണിയെടുത്ത് നല്ല കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അവർക്കും പിന്നെ ഇതിന് ഈ ആടുജീവിതം അല്ലെങ്കിൽ അവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ജോലികളൊക്കെ തന്നെയാണ് കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ ഉള്ളത്. പിന്നെ അതെല്ലാം അവർ സഹിച്ച് അവർ നിൽക്കുവാണ്. നമ്മൾക്കിപ്പം അന്നത്തെ വിസ വാങ്ങിച്ച ആൾക്കാർ, അന്നത്തെ വിസ തന്ന ആൾക്കാർ, അവരുടെ അത് ഏജന്റ് ത്രൂ ആയിരുന്നല്ലോ അന്ന് എടുത്തത്. അതെ. അതിനുശേഷം അവർ പോയി കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട്. അവരുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ എനിക്ക് സംഭവിച്ചത്. അവര് പിന്നെ എനിക്ക് വിസ തന്നെങ്കിലും അവര് ഞാൻ കയറിപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും എനിക്ക് അവിടെ വന്ന് കൊണ്ടുപോകാൻ അവർ ഇച്ചിരി താമസിച്ചു പോയി. ഈ കൊണ്ടുപോയി അല്ല, ആക്ച്വലി സംഭവിച്ചത് അവിടെ നിങ്ങൾ ഇറങ്ങി കുറേ നേരം നിൽക്കുന്നു, ആരും കൂട്ടാൻ വരുന്നില്ല. അപ്പം ഈ ആളെ പാസ്പോർട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. ഇതായിരുന്നല്ലോ സംഭവിച്ചത്. അതെ അതെ. അതങ്ങനെ പറ്റിയത്? ആക്ച്വലി പറ്റിയത് അങ്ങനെ വന്ന് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ താമസിച്ച് ഇറങ്ങിയത്. ഞാൻ താമസിച്ചപ്പോൾ ആരും പിന്നെ അവിടെ കാണുന്നില്ല. അത് അവർ കൂട്ടാൻ ആരെങ്കിലും വരാമെന്ന് പറഞ്ഞു. അവർ ആരെങ്കിലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞായിരുന്നു. ദിവസം ഇല്ലില്ല, അവരെത്താൻ താമസിച്ചു പോയി. അപ്പോഴ് ഇതിൽ എന്നിട്ട് അറബിയോടെ എന്നിട്ട് എന്തൊക്കെ ചോദിച്ച് പാസ്പോർട്ട് ഇതാന്ന് പറഞ്ഞ് കൊടുത്ത്. ഓ ഓക്കെ, എൻ്റെ ആമിലാന്ന് ഇങ്ങനെ പറഞ്ഞ്. ഇപ്പോഴാ പിന്നെ എന്നെ അറിയുന്ന ആമില എന്ന് പറയുന്നത് എൻ്റെ ആളാണെന്നുള്ളതൊക്കെ. അങ്ങനെ ഞാൻ കയറി. ഞാനന്നേരം കയറിയെങ്കിലും കയറി ഇപ്പം അതാണെന്ന് പറയുമ്പോൾ അതിനുശേഷം ഏജൻസിക്കാരങ്ങളെ കുറിച്ച് അന്വേഷിച്ചിരുന്നില്ലേ? ഓ, അവരെല്ലാം അവിടെ പോയി നോക്കി. അവർ മരുഭൂമിയിലെല്ലാം കൂടെ നോക്കി. വീട്ടിൽ നിന്നേരം പിന്നെ ഇതുപോലെ ഇവിടെ എത്തിയിട്ടില്ലെന്നൊക്കെ അവർ വിളിച്ച് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മരുഭൂമിയിലൊക്കെ വന്ന് എത്തിയതാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇതുപോലെ അബഹായ്ക്ക് പോകാൻ വന്നതാണ്. അപ്പം ഞാൻ റിയാദിൽ ഇറങ്ങിയത് അവനറിഞ്ഞാൽ. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് വീട്ടിലറിഞ്ഞു. അതെ അതെ. പക്ഷെ പിന്നെ എവിടെ പോയി എന്നുള്ളത് ഒരു പിടിയില്ലായിരുന്നു. പിന്നെ ഒരു വിവരവും ഇല്ല. അന്ന് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നല്ലോ. മൊബൈൽ ഫോണില്ല. ഒരു അന്ന് കത്തൊക്കെ എഴുതണമെങ്കിൽ 1 മാസമൊക്കെ പിടിച്ച് നാട്ടിൽ കത്തും വരത്തുള്ളൂ. അന്നൊരു മൊബൈലിൻ്റെ ആണ് ഏറ്റവും വലിയ. ഈ മൊബൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം അതൊരു വലിയ ഇതാണ്, അനുഗ്രഹമാണ്. ഹലോ 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 സജീബ് ബ്രോ. ഹലോ, ഹായ്. മുനീറാണ്. നമസ്കാരം. സുഖായിരിക്കുന്നോ? എന്താണ് അടിപൊളി. നജീബ് കണ്ടു ഇവിടെ. എന്താണ് വിശേഷം? സിനിമ കണ്ടായിരുന്നോ? ഞാൻ പിന്നെ ഫസ്റ്റ് ഡേ, അതായത് സിനിമ കണ്ടത് ഞാൻ ദുബായില് എത്തുന്ന ദിവസമാണ്. ഞാൻ ദുബായിലെ എയർപോർട്ടിൽ നേരെ കൊണ്ട് ബാഗ് വെച്ചിട്ടാണ് ഞാൻ നേരെ തിയേറ്ററിലാണ് പോകുന്നത്. ജസ്റ്റ് പരസ്യം തീർന്ന് തുടങ്ങാൻ പോകുമ്പോഴത്തേക്കാണ് അവിടെ എത്തിയത്. വീട്ടില് ഒരു ഹായ് പോലും പറയാതെ നേരെ പോയാണ്. ഈ റിലീസിന്റെ അന്ന് ഫസ്റ്റ് ഡേ ഇവിടെ ദുബായിൽ നിന്നാണ് കണ്ടത്. നജീബ് കാട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സിനിമ കണ്ടതിന് ശേഷം, പുസ്തകം വായിച്ചതിന് ശേഷം എന്താണ് പറയാനുള്ളത്? നജീബ് കാട് നേരിട്ട് നജീബിക്കയോട് ചോദിക്കാനല്ല, എനിക്ക് നജീബിക്കയോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റിയത് ഞാൻ ഒരു ഭാഗ്യമായിട്ട് അതന്നെ എന്റെ ഒരു വലിയ ഭാഗ്യം. ഫോണിലൂടെ ആണെങ്കിലും നേരിട്ട് കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ നജീബിക്കയുടെ ഒരുപാട് ഇപ്പൊ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പും അതിനുശേഷവും ഒരുപാട് എന്താ പറയാ യൂട്യൂബ് ചാനലിലും ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ രാജ്യവൃത്തിയായിട്ടുള്ള ഇന്റർവ്യൂ ഉൾപ്പെടെ എല്ലാം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് വളരെ സുപരിതമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ടച്ച് ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ്. നജീബിക്കയുടെ ഒന്ന് ചോദിക്കാനുള്ളത്, ഈ സിനിമയുടെ ഏതെങ്കിലും ഭാഗം ഷൂട്ട് ചെയ്യുമ്പോൾ നാട്ടിലോ ഒക്കെ എവിടെയെങ്കിലും അത് ഷൂട്ടിങ്ങിന്റെ സമയത്ത് പോകാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ രാജു ആ ക്യാരക്ടറായിട്ട് മാറുന്നത് നേരിട്ട് ഷൂട്ടിംഗ് സമയത്ത് കാണാൻ പറ്റിയിട്ടുണ്ടോ എന്നൊന്നും അറിയാമോ? ലാസ്റ്റ് ഷൂട്ടിങ്ങിനകത്ത് ഞാനവിടെ പോയെങ്കിലും എന്നെ പിന്നെ പൃഥ്വിരാജുമായിട്ട് ഞാൻ ഒരു 20 മിനിറ്റുള്ള സംഭാഷണം ഉണ്ടായിരുന്നു.
പിന്നെ ഞങ്ങളുടെ ഫോട്ടോയൊക്കെ എൻ്റെ അവിടെ വെച്ചൊക്കെ എടുത്തതായിരുന്നു. പക്ഷെ അതൊന്നും ഇതിനകത്ത് വന്നില്ല. അത് വരും ചിലപ്പോൾ, അടുത്ത ഇനി ഒന്നുകൂടെ വരാനുണ്ട്. സജി സുരേന്ദ്രൻ ഒരുപാട് സിനിമകൾ എടുത്ത വലിയ സംവിധായകനാണ്. അത് ശരി. നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് നമ്മള് ചെറിയ ആളാന്ന് വിചാരിക്കണം, വലിയ ആളാണ്. ഒരുപാട് സിനിമകൾ എടുത്ത്. അയ്യോ അല്ലല്ല, ഞാൻ രാജുവിനെ വെച്ച് എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. രാജു അഭിനയിച്ച സിനിമയിൽ അസോസിയേറ്റഡ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇന്ദ്രജിത്ത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇന്ദ്രജിത്ത് എന്റെ 2 സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹാപ്പി ഹസ്ബൻഡ്സ് എന്നൊക്കെയുള്ള വലിയ സിനിമ എടുത്ത ആളാണ്. എനിക്കറിയാം, എന്റെ ഫ്രണ്ടും കൂടെയാണ് സജി. അപ്പോ നജീബ് ഖാക്ക് എന്താണ് പറയാനുള്ളത്? സജി പറയാനുള്ളത് എന്ത് ഞാൻ പറയാനോ, കാരണം ഈ പറയുന്നത് തന്നെയല്ലേ പിന്നെ ഇപ്പൊ ഞാനീ പറയുന്നത്. എല്ലാരും ചോദിക്കുന്ന ഒരേ ക്വസ്റ്റ്യൻസ് ആണ്. അതെ അതെ. പിന്നെ അതുകൊണ്ട് പിന്നെ വിളിച്ചതിനകത്ത് സന്തോഷമുണ്ട്. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഞാനിപ്പം ഈ സിനിമ ഇറങ്ങിയതിൽ പിന്നെ ഏതാണ്ട് 300 യൂട്യൂബുകാരും ചാനലുകാരുടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയാം നമുക്ക് ഇങ്ങനെ മിക്കവാറും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരുടെയും മുന്നിൽ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. 5 മിനിറ്റ് മുമ്പും 5 മിനിറ്റ് മുമ്പ് ദുബായില് എന്റെ ഒരു ഫ്രണ്ട് നടത്തുന്ന റെസ്റ്റോറന്റില് ഇക്ക പോയിട്ട് അദ്ദേഹം എന്റെ ഫ്രണ്ട് ഹരിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഗസൽ റെസ്റ്റോറന്റ്. ഓ അറിയാം, ഇന്ന് പോയതാണ്. ഏതായാലും താങ്ക് യു സോ മച്ച് ബ്രോ. വിളിച്ചതിനകത്ത് സന്തോഷമുണ്ട്. താങ്ക്സ് അലോട്ട്. സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കാണാം. താങ്ക് യു. നജീബ് ഖാ, ഇപ്പോൾ നമ്മൾ തിരിച്ച് മസ്രയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും പല വേർഷൻസാണ്. അത് തിരിച്ച് വന്നിട്ട് നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ വന്നു, ഒരു അറബിയാണല്ലോ കൊണ്ടുവരുന്നത്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്ന് അവിടെ നിന്ന് ജടാമുടിയെല്ലാം കെട്ടി അവിടെ നിന്ന് കട്ട് ചെയ്തൊക്കെ ആ സമയത്തൊക്കെ മാനസിക നില എങ്ങനെയായിരുന്നു? അതായത് ചിലപ്പോൾ നമ്മളെ തന്നെ മറന്നിട്ടാണല്ലോ ഉണ്ടാവുക. അതെ, മാനസിക നില ഇച്ചിരി ഇതായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മാനസിക തെറ്റിയതുപോലുള്ളൊരു രീതിയായിരുന്നു. കാരണം എന്നിട്ട് പിന്നെ ഒന്ന് വിവരിക്കാമോ ആ ഒരു ചെറിയൊരു എങ്ങനെ അവിടെ എത്തി വീണത്? കാരണം എന്നെ 1.5 ദിവസം ഞാൻ ഓടിയാണ് റോഡിലെത്തുന്നത്. അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് ആരോ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന പോലുള്ളൊരു സംഭവമായിരുന്നു. ഇത് എന്താ എനിക്കറിയില്ല. അങ്ങനെ 1.5 ദിവസം ഓടി റോഡിലെത്തുന്നു. ഒരുപാട് വണ്ടിക്കൊക്കെ കൈ കാണിക്കുന്നു. അപ്പോൾ നിർത്തുന്നില്ല. ലാസ്റ്റ് നല്ലൊരു അറബി കൊണ്ട് നിർത്തുന്നു. എനിക്ക് അത് പറയാൻ പോലും പറ്റാത്ത ഒരു നല്ലൊരു അറബി. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. അതേപോലെ ഒരു നല്ലൊരു അടിപൊളി വണ്ടിയിലൊക്കെ വന്ന് നിർത്തി എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റിയാദ് ബത്തേന്ന് ഇങ്ങനെ മറ്റേ എൻ്റെ അടുത്ത് കൊണ്ടുപോയ ആൾ പറയണമെന്ന് പറഞ്ഞ്. എന്നിട്ട് 5 റിയാൽ ആദ്യത്തെ റിയാൽ കാണുന്ന അതെനിക്കൊന്ന് ഞാനത് വെച്ച് ഇങ്ങനെ ആക്കി തൊഴുതുകൊണ്ട് ഇങ്ങനെ മുത്തുമായിരുന്നു. കാരണം ആദ്യമായിട്ട് 5 റിയാൽ വന്നത്. അങ്ങനെ ഒരുപാട് വണ്ടി ഓടിയാണ്. പിന്നെ ഞാൻ മനുഷ്യൻ്റെ മക്കൾ എന്നെ കയറ്റത്തില്ല വണ്ടിയിൽ, അമ്മാതിരി വേഷമാണ്. പക്ഷേ എന്തോ എനിക്കറിയാം അള്ളാഹുവിൻ്റെ ഒരു കഴിവാണെന്ന് തോന്നുന്നു അതൊക്കെ. കാരണം ആ വണ്ടിയിലൊക്കെ കയറ്റിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പം അതൊരു വലിയ സംഭവമാക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ് റിയാദ് ബത്തേന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി കുറച്ച് ചെല്ലുമ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് താഴോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ചെക്കൊന്നും ചെയ്തില്ല. അടിച്ചൊന്ന് കൊണ്ടുപോയി റിയാദ് ബത്തേ കൊണ്ടിറങ്ങിയപ്പോൾ ഒരു ഹോട്ടലുകാരൻ വിളിച്ച് കയറ്റി എനിക്ക് ഭക്ഷണം കയറ്റിത്തന്ന്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നില്ല എവിടെ നിന്ന് വരുന്നതെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. കണ്ടാലും മനസ്സിലാകും, അതുകൊണ്ട് ചോദിച്ചില്ല. ഭക്ഷണമൊക്കെ വേറെ നിറച്ചെല്ലാം കഴിച്ച്. അപ്പോൾ ചോദിച്ച് ആരുടെയെങ്കിലും നമ്പർ വല്ല ഇരിപ്പുണ്ടാകുന്ന ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ തന്നെ എല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ടാക്സി വിളിച്ചിട്ട് ഇനി അടുത്ത് തന്നെ ആയിരുന്നു സംഭവം, ബന്ധുക്കളെയൊക്കെ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വിട്ട് തന്ന്. പെട്ടെന്ന് തന്നെ മുടിയൊക്കെ വെട്ടി, കാലൊക്കെ പൊട്ടിയായിരുന്നു. കാലൊക്കെ മരുന്നൊക്കെ വെച്ച്, ചെരുപ്പൊക്കെ കിഴിഞ്ഞങ്ങ് ഈ കാലിൻ്റെ പുറത്തോടൊക്കെ അല്ലേ ഓടുന്നു. അങ്ങനെ പിന്നെ അന്നേരം എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര ഇതാണ്. കാരണം പകുതി ബോധം എൻ്റെ പോയിരിക്കുക ഈ ഫീല് കൊണ്ട് ഇത് കൊണ്ട്. പിന്നെ പെട്ടെന്ന് അവരെല്ലാവരും വന്ന് ബന്ധുക്കളൊക്കെ വന്ന് 2-3 ദിവസം അവിടെ താമസിച്ചിട്ട് 9 ദിവസം ജയിലിൽ കിടന്നല്ലേ പിന്നെ തിരിച്ച് ഇവിടെ നാട്ടിലേക്ക് പോകുന്ന. അപ്പം ആ ജയിലിലുള്ള ജീവിതമൊക്കെ നല്ല അടിപൊളി ജീവിതമായിരുന്നു, സ്വർഗം പോലെയാണല്ലേ. അതെ 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 അതെ. 9 ദിവസം കിടന്നു. എനിക്ക് പിന്നെ ഞാൻ ഓർത്ത് കുറച്ച് ദിവസം വരെ കിടന്നാലും കുഴപ്പമില്ലെന്ന് ഓർത്ത്. കാരണം ഈ അറബി ഭാഷ അറിയായിരുന്നെങ്കിൽ അതെ ഒരു പക്ഷേ ഇതിനെല്ലാം രക്ഷപ്പെടാൻ പറ്റുമായിരുന്നോ? അറബിയിൽ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അതെ സത്യം. അറബി സംസാരിക്കാൻ അറിയാമത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ച കൂടെയായിരുന്നു. ഒന്നും നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞു, കറുത്തനെ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വെളുത്തനെ പോയി പിടിച്ച് എനിക്ക് അടി കിട്ടിയതൊക്കെ അങ്ങനെയൊക്കെയാണ് കിട്ടിയത്.
പക്ഷെ എനിക്ക് അറബി അറിയാണ്ടിരുന്നെങ്കിൽ അതിനൊന്നും കിട്ടത്തില്ലായിരുന്നു. പിന്നെ അത് ചിരിച്ചൊക്കെ പഠിച്ചു വന്നപ്പോൾ പിന്നെ നമ്മുടെ ഉത്തരം കുറച്ച് കുറഞ്ഞു കിട്ടി. അതെ, അതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൂർ സംഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ മുമ്പ് പോയ ആ മസ്രയിലേക്ക് ആ വഴി അറിയോ? എനിക്കത് എയർപോർട്ട് രാത്രിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് എങ്ങോട്ടാണ് പോയെന്ന് എനിക്കൊരു പിടിയില്ല. അത് പക്ഷേ തിരിച്ച് അതിലേക്കൂടെ ഇങ്ങോട്ട് എനിക്ക് വരാനുള്ള വഴി അറിയാമായിരുന്നു. പക്ഷേ അതിലെ വന്നാൽ ഇനിയിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂല? കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് എവിടോട്ടാണ് പോയതെന്ന് അറിയത്തില്ലല്ലേ. എത്ര ഒരു കുറച്ച് ഓടണം, ഉള്ളിൽ പോകണം അങ്ങ്. കാരണം ഇപ്പം നമ്മളിവിടെ കണ്ടപ്പോൾ നമുക്ക് അറിയാം ഇവിടെ എത്രയോ മരുഭൂമിയിലോട്ട് ചെന്നാലും നമുക്കൊരു ലക്ഷ്യമുണ്ട്, ബിൽഡിംഗ് ഒക്കെ കാണാമെന്ന്. പക്ഷെ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനത്തെ പറ്റൂല. ഇല്ലില്ല. ഓക്കെ, ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ 1 മണിക്കൂറോളമായി നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ, നമുക്കിപ്പോൾ ഈ ലാസ്റ്റ് രക്ഷപ്പെട്ട് പോകുന്ന മണിക്കൂറുകളോളം ദിവസങ്ങളോളം നടന്നിട്ടാണല്ലോ വന്നത് അവിടെ എത്തുന്നത് ലാസ്റ്റിലേക്ക്. ആ അനുഭവത്തിലുണ്ടായതൊന്ന് വളരെ ഒരു 1.5 മിനിറ്റിലൊന്ന് പറഞ്ഞുതരാം. ഞാനിങ്ങനെ ഓടിക്കൊണ്ടിങ്ങനെ വരുമ്പോൾ സമയത്ത് പിന്നെ ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പൊടിക്കാറ്റ്. എങ്ങോട്ടാ ഓടേണ്ടെന്ന് ലക്ഷ്യം കിട്ടാത്തത്. പിന്നെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് കാറ്റൊക്കെ തവിഞ്ഞപ്പോൾ വീണ്ടും ഓടി. അപ്പോഴത്തേക്ക് അങ്ങ് വെള്ളമൊക്കെ തീർന്നു പോയി. ഒക്കെ പിന്നെ മാക്കൊക്കെ അങ്ങ് വറ്റി വരണ്ട്. പിന്നെ ഓടാൻ വയ്യ, അങ്ങ് ക്ഷീണിച്ചത് അങ്ങ് തളർന്നു. എന്നിട്ടും ഒരു ധൈര്യത്തിന് പിന്നെ ഓടി പോയപ്പോൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ പകലും ഒക്കെ ഇങ്ങനെ മാറി. അതെ പകല് രാത്രി പിന്നെ മരുഭൂമി കൊണ്ട് വെട്ടമുണ്ട്, ഇച്ചിരി വെട്ടമുള്ളതുകൊണ്ട് ഓടുന്നതുകൊണ്ട് അങ്ങനെ ഇച്ചിരി വെട്ടമുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ ഓടുമ്പോഴേ ഈ പാമ്പിനെ കണ്ടിട്ടുണ്ട്. അതെ, അതിനകത്ത് വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട് മരുഭൂമിയിലെ പാമ്പുകളെ കുറിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രത്യേക ഇങ്ങനെ താഴെ അങ്ങ് പോവും. അത് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നത് കൂട്ടത്തോടല്ല, പാമ്പിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതിന് നമ്മളൊന്നും ചെയ്തില്ല, ഓടി അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ചെന്ന് എത്തിപ്പെടുന്നത്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം നോക്കിയിട്ടൊന്നും റോഡ് കാണുന്നില്ല. ഓക്കെ, എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് സന്തോഷം. ഈ ഒരു സീറ്റിലിരുന്ന് 1 മണിക്കൂറിനോളം നമ്മളോട് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയതിൽ വന്നതിൽ. നമ്മളുടെ ഈ ഷോയിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ്, ഇത്രയും കാലം ഞാൻ ചെയ്ത ഷോയിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഷോ എന്ന് പറയാൻ പറ്റിയ ഒരു ഷോ ആണിത്. ഒരുപാട് നന്ദിയുണ്ട്, നമസ്കാരം, കടപ്പാടുണ്ട്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, ജീവിതം എന്തെങ്കിലും വഴിമുട്ടിയാൽ, പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ഒളിച്ചോടാൻ അല്ല ശ്രമിക്കേണ്ടത്, നമ്മൾ ജീവിതം അവസാനിപ്പിക്കാൻ അല്ല ശ്രമിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള ഒരു ബോധം എന്ത് ഉണ്ടെങ്കിലും, നമ്മുടെ മനസ്സ് എപ്പോഴാണോ നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മൾക്ക് കൂടെ നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചിന്തകൾ മാറിപ്പോകുന്നില്ലെങ്കിൽ, ഈശ്വരനിൽ കൃത്യമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ഉത്തമ ദൃഷ്ടാന്തമാണ് നജീബ് ക. ഈ നജീബ് ക മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് എന്താണ് നജീബ് കക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എൻ്റെ കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് മരണത്തോട് മല്ലിട്ടെങ്കിലും എനിക്കൊരു ജീവിതം ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ ദൈവത്തിനെ എല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ അനുഭവം ഉണ്ടായതും ഈ ദുബായിൽ വന്ന് എത്തിപ്പെടാനും എല്ലാവരുമായിട്ട് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാനും എല്ലാം സാധിച്ചതിൽ ഞാൻ വിശ്വസിച്ച് അള്ളാഹുവിനോട് ആദ്യമായി സ്തുതിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much, bro, for bringing him and coming to the show. Thanks a lot. Thank you. Thank you, sir. Thank you very much. എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് ഇനി വീണ്ടും അടുത്ത ബുധനാഴ്ച നമുക്ക് കണ്ടുമുട്ടാം. മുനീർ അൽ വഫ വിത്ത് ലവ്. Thank you.